നമ്മൾ ഇവിടത്തെ ഒരു മീറ്റിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോ നമുക്കറിയാം പരീക്ഷ എന്ന് പറയുമ്പോൾ ഓരോ പരീക്ഷകളും വന്നുകൊണ്ടിരിക്കും. അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ ലിസ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളെ പേര് ലിസ്റ്റിൽ ഉണ്ടാവത്തുമില്ല. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് നമ്മൾ PSC ലിസ്റ്റിൽ വരികയും പരീക്ഷയ്ക്ക് വേണ്ടി വളരെ കൃത്യമായി തന്നെ അത് കൃത്യമായി പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു അത്യന്താപേക്ഷിത സമയത്താണ്. ഇനിയുള്ള സമയങ്ങളിൽ ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഫാമിലി സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനുദിനം വരുന്ന കോമ്പറ്റീറ്റീവ് എക്സാമുകളുടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളെ തന്നെ അത് തലതിരിച്ച് ചോദിക്കുന്ന, നമ്മളെ ബുദ്ധിമുട്ടിച്ച് തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിനോടൊപ്പം ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്താലാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ഓരോ ജില്ലകളും തിരഞ്ഞെടുക്കേണ്ടതുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നമ്മൾക്ക് മുമ്പിൽ സംസാരിക്കാൻ എത്തുന്നത് വളരെ പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റീവ് മത്സര പരീക്ഷകളെ കുറിച്ച് വളരെ പൾസറിഞ്ഞിട്ടുള്ള അധ്യാപകർ തന്നെയാണ്. നമുക്ക് ആദ്യമായി നമ്മളെ ഈ ഒരു വിഷയം നമ്മളോട് സംസാരിക്കുന്നത് റെസ്റ്റ ടീച്ചർ ആയിരിക്കും. റെസ്റ്റ ടീച്ചറിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം റെസ്റ്റ ടീച്ചർ അപരിചിതയല്ല, നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ് റെസ്റ്റ ടീച്ചർ. റെസ്റ്റ ടീച്ചറിനെ ബ്രൈറ്റ് അക്കാദമിക്ക് വേണ്ടി ഇന്നത്തെ സെഷനിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് അബുൽ ഖൈർ സാറാണ്. അബുൽ ഖൈർ സാറ് ഒരുപക്ഷെ PSC മത്സര പരീക്ഷകൾക്ക് വേണ്ടി PSCയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ് അബുൽ ഖൈർ സാർ. സാർ ഒരല്പസമയത്തിന് ശേഷം നമ്മുടെ മുമ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതായിരിക്കും. സാറിനെ ഈ ഒരു സെഷനിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ മറ്റൊന്ന് നമ്മുടെ മുമ്പിൽ ക്ലാസ് എടുക്കാൻ ഇരിക്കുന്ന ജംഷദ് ഫറൂഖി സാറാണ്. ജംഷദ് ഫറൂഖി സാറിനെ കുറിച്ചും നമുക്ക് വലിയ അപരിചിതമില്ല. കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരുണ്ട്, മനസ്സിന് കൊത്തിവെക്കപ്പെട്ട കുറെ അധ്യാപകരുണ്ട്. അതിലൊന്ന് ജംഷദ് സാറിന്റെ അറബി പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം ജംഷദ് സാറിന്റെ പേര് അതെന്നും അവിടെ തന്നെ ഉണ്ടാകും നമുക്കറിയാം. ജംഷദ് സാറിനെ ഇന്നത്തെ സെഷനിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട് സ്വാഗതം ചെയ്യേണ്ട മറ്റൊരു വ്യക്തി മഹബൂബ് സാറാണ്. മഹബൂബ് സാറ് നമ്മുടെ ബ്രൈറ്റ് അക്കാദമിയുടെ അഡ്മിനാണ്. സാറും ഇൻഷാ അല്ലാഹ് നമ്മുടെ സെഷനിലേക്ക് ഹൃദ്യം സ്വാഗതം ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നെ വളരെ പ്രധാനമായി കൊണ്ട് നമുക്കിവിടെ ക്ലാസ് എടുക്കാനിരിക്കുന്നത് GKയുടെ ഫാക്കൽറ്റി ആയിട്ടുള്ള ഋതുനന്ദ ടീച്ചറാണ്. ഋതുനന്ദ ടീച്ചറിന്റെ ക്ലാസ്സിനെ പറ്റി നിങ്ങളോട് പറയേണ്ടതില്ല. അപ്പോൾ GK പേപ്പർ നമുക്ക് 2 പേപ്പറാണ് ഉള്ളത്, അറബിക്കും അതേപോലെ തന്നെ ജനറലുമാണ് ഉള്ളത്. അപ്പം സാധാരണ എല്ലാവർക്കും അറബിക് പേപ്പർ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടാവും. പക്ഷെ GKക്ക് എന്ത് പഠിക്കണം, എന്താണ് സിലബസ് ഒന്നും ഒരു ധാരണയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനിരിക്കുന്നത് നമ്മുടെ ഋതു ടീച്ചർ വരും. ഋതു ടീച്ചർ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ ഈ ഒരു സെഷനിലേക്ക് അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കാൻ എടുക്കുന്നത് റെസ്റ്റ ടീച്ചറാണ്. റെസ്റ്റ ടീച്ചറിനെ വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ അജു, അതേപോലെ നിങ്ങളോട് ഇന്ന് സംസാരിക്കണ ബഹുമാനപ്പെട്ട മറ്റു വ്യക്തിത്വങ്ങൾ, ബ്രൈറ്റ് അക്കാദമിയുടെ കീഴിൽ ഇന്ന് ഈ സെഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ നമുക്കറിയാം, നമ്മുടെ മുന്നിൽ പുതുതായിട്ട് അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും ലിസ്റ്റ് നിലനിൽക്കെ നമുക്ക് ഒരുപാട് അങ്ങനെ അഭിമുഖത്തിനൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ വേഗം കാര്യത്തിലേക്ക് കിടക്കുന്നത്. കാരണം സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണ്. ഒന്നാമത് ഞായറാഴ്ചയാണ്. നാളത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ടാവും. അപ്പോൾ ഞാൻ നേരിട്ട് കാര്യം പറയാണ്. എല്ലാ ജില്ലയിലും ലിസ്റ്റ് നിലനിൽക്കെ നോട്ടിഫിക്കേഷൻ വന്നേക്കാണ്.
നമുക്ക് കേട്ടറിവോ അല്ലെങ്കിൽ നമ്മൾ മുന്നേ ഇത് കണ്ടിട്ടില്ല. ഇങ്ങനെ ലിസ്റ്റ് നിലനിൽക്കെ അതും 1-1.5 വർഷം 1-1.5 വർഷമൊക്കെ ഉണ്ടായിരിക്കും. ഈ ലിസ്റ്റിന്റെ കാലാവധി 1.5 വർഷം, 2 വർഷം, 1 വർഷമൊക്കെ ഏകദേശം. 1.5 വർഷത്തിന് ഇങ്ങോട്ട് എന്തായാലും എല്ലാ ലിസ്റ്റിന്റെയും കാലാവധി ഉണ്ട്. ഇപ്പൊ വിളിച്ച എല്ലാ ലിസ്റ്റിന്റെയും കാലാവധി ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അതും 4 ജില്ലകളിൽ വന്നു. അതിൽ കണ്ണൂർ UP അടക്കം LPയിലും വിളിച്ചു. അപ്പോൾ നമ്മുടെ മുന്നിൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എല്ലാവരുടെയും ആശങ്കയാണ് ഏത് ജില്ല തിരഞ്ഞെടുക്കും, എങ്ങനെ കൊടുക്കും എന്നുള്ളത്. എൻ്റെ അറിവിൽ ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോഴും എക്സാമിന് അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ, ഏത് ജില്ലയിലാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജംഷീദ് സാർ നിങ്ങളോട് സംസാരിക്കും. എന്നാൽ പോലും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഏത് ജില്ലയിലാണ്. മുമ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇത്രയും വാക്കൻസി ഉണ്ട്, ഇത്രയും വാക്കൻസി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇത്രയും റിട്ടയർമെന്റ് 3 വർഷത്തിനുള്ളിൽ വരും. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇത്രയും എന്താ പറയാ അപ്പോയിന്റ്മെന്റ് മുമ്പത്തെ ലിസ്റ്റിൽ നിന്ന് നടന്നിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ നോക്കിയിട്ടാണ് നമ്മളൊരു ജില്ല പൊതുവെ PSCക്ക് വേണ്ടി തെരഞ്ഞെടുക്കുക. ഇതെന്ന് പറയുന്നത് ലിസ്റ്റിന് നിലനിൽക്കെ, അത് മാത്രമല്ല എലക്ഷനും കൂടി വരാനുണ്ട് അല്ലേ. എലക്ഷൻ ഇനിയിപ്പോൾ 1 വർഷത്തിനുള്ളിൽ എലക്ഷനും കൂടി വരാനിരിക്കെ മാക്സിമം ആൾക്കാരെ ഇവര് ജോലിയിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി നോക്കും. ചിലപ്പോൾ ലിസ്റ്റ് ഇങ്ങനെ ലേറ്റാക്കി കൊണ്ടുപോയിട്ട് ഇപ്പൊ നിൽക്കണോടത്ത് ചിലപ്പോൾ നിൽക്കാനും സാധ്യതയുണ്ട്. 2 സാധ്യതകൾ അപ്പോഴും ഉണ്ട് എലക്ഷൻ നടക്കാനിരിക്കുന്നതുകൊണ്ട്. സാധാരണ നമ്മൾ ജില്ലകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറുക എന്നുള്ളത്. കണ്ണൂരൊക്കെ എനിക്ക് തോന്നുന്നു LPയിലാകെ 12 പേരൊക്കെ കയറിയിട്ടുള്ളൂ. അതിന്റെ പിറകെ നിരന്തരം നടന്നിട്ട് പോലും ആൾക്കാർ കയറാത്തൊരവസ്ഥയാണ് കണ്ണൂർ ജില്ലയിലൊക്കെ കണ്ടുവരുന്നത്. കൊല്ലത്തും കയറുന്നുണ്ട് കുറെ പേര്, എറണാകുളത്തും ഏകദേശം കയറിയിട്ടുണ്ട്. പക്ഷെ കണ്ണൂർ ജില്ലയിൽ മെല്ലെപ്പോക്കാണ്. അത് LPയും HSC ഒക്കെ കണക്കാണ് അവിടെ. സ്വന്തം നാടായിട്ട് കുറ്റം പറയുന്നതല്ല, പക്ഷെ PSCയുടെ അവസ്ഥ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ഒന്ന് പരിതാപകരാണ്. HST തന്നെ 2 പേരാ കയറിയേക്കണത്, 1 വർഷം ആവാറായി. LP ആകെ 12 പേരെന്തോ കയറിയിട്ടുള്ളൂ. കണ്ണൂര് വെച്ച് നോക്കുമ്പോൾ ബാക്കി എല്ലാ ജില്ലകളിലും ഫാസ്റ്റ് ആയിട്ട്, കോഴിക്കോടിനെ മാറ്റി നിർത്തിയിട്ടാട്ടോ, കോഴിക്കോട് കുറെ NCയുടെ പ്രശ്നമുള്ളതുകൊണ്ട് അവിടെ പെൻഡിങ് ആണ്. അല്ലാത്ത ഇങ്ങോട്ടുള്ള ജില്ലകളിലൊക്കെ പെട്ടെന്ന് നിയമനം. നമ്മുടെ തൃശ്ശൂർ 9-10 കയറി LP, അതിന് ശേഷം കഴിഞ്ഞ എക്സാമാ. കണ്ണൂരിനേക്കാളും ശേഷം, അതായത് എറണാകുളം തൃശ്ശൂരൊക്കെ ഇപ്പൊ ഈ അടുത്ത് കഴിഞ്ഞ എക്സാം, 1 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അത്രയും പേര് കയറി. അപ്പോ ഏത് ജില്ലയിലാണ് ഫാസ്റ്റ് ആയിട്ട് നിയമനം ഉണ്ടാകുക എന്നൊക്കെ നോക്കണം. ഇനി എത്ര പേര് കയറും, ഇനി എത്ര ഒഴിവ് നമുക്ക് ഉണ്ടാവും എന്നൊക്കെ നമ്മളത് അന്വേഷിക്കണം. അതൊക്കെ ജംഷീദ് സാർ ക്ലാസ്സിൽ പറയായിരിക്കും ഇൻഷാ അല്ലാ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് കട്ട് ഓഫിനെ കുറിച്ചാണ്. കട്ട് ഓഫ് നമുക്കറിയാം സ്വാഭാവികമായിട്ടും മലപ്പുറം ജില്ലയിലാണ് കൂടുക. കാരണം ഒരുപാട് കാൻഡിഡേറ്റ്സ് എക്സാം എഴുതുന്ന ഒരു ടൈറ്റ് എക്സാം ജില്ല എപ്പോഴും മലപ്പുറം തന്നെയാണ്. വയനാടാണ് വളരെ കുറവ് മാർക്കിൽ കട്ട് ഓഫ് വരാറുള്ളത്. എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വയനാട് കൊടുത്തതിന് അവിടെ കട്ട് ഓഫ് കൂടും കേട്ടോ, അത് വേറെ കാര്യം. അത് മാത്രമല്ല, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര പേര് കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റൂല. ഡേറ്റ് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് PSC എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആ എളുപ്പം, അതായത് പഠിച്ചാൽ കിട്ടും എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഭാഗ്യ പരീക്ഷണത്തിലും കൂടി എത്തുകയാണ് ഇപ്പോൾ. കാരണം മലപ്പുറത്ത് നല്ല മാർക്കുള്ള ആൾ കയറിയിട്ടില്ല, പക്ഷെ വയനാടും ഇങ്ങോട്ട് എറണാകുളം ഇങ്ങോട്ടൊക്കെ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ മാർക്ക് എത്രയോ കുറവുള്ളവരൊക്കെ ജോലിയിൽ കയറുന്ന അവസ്ഥ. അത് ഓരോരുത്തരുടെ ഭാഗ്യം പോലെ, പ്രാർത്ഥന പോലെ, തിരഞ്ഞെടുക്കുന്ന ജില്ല പോലെയൊക്കെ PSC ആയിട്ടുണ്ട്.
അത് മാത്രമല്ല, ഒരു 10ന്റെ മേലെ റാങ്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 11, 12 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷക്ക് വകയില്ലാത്ത രീതിയിലുമാണ് ഇപ്പൊ എല്ലാ ജില്ലകളും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പഴയ നോട്ട് അല്ലെങ്കിൽ പഴയ ആ ഒരു നമ്മൾ ഇത്രയും കാലം 4-5 വർഷം ആയിട്ട് നമ്മൾ ആ തുടർന്നു കൊണ്ടേയിരിക്കുന്ന നോട്ട്സും ഇതൊക്കെ ഒന്ന് മാറ്റം വരുത്തുക. നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. ആദ്യം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം, LP UP ഒക്കെ ഇപ്പൊ അടുത്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കറിയാം. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, ചിലത് GK കുറച്ച് ടഫ്, ചിലത് നമ്മുടെ സബ്ജക്റ്റ് തന്നെ ടഫ്, അങ്ങനെ ആയിട്ട് നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരുന്നത്. മുമ്പ് എന്ന് പറയുന്നത് PSC ക്വസ്റ്റ്യൻ ഇടുന്നത് ഏതെങ്കിലും ഒരു MCQ ഗൈഡുകൾ നോക്കിയിട്ട്, അവർക്ക് കിട്ടാവുന്ന ഏതെങ്കിലും ഗൈഡുകൾ നോക്കിയിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ആ ഒരു രീതി കുറെയൊക്കെ മാറിയിട്ടുണ്ട്. കാരണം ക്വസ്റ്റ്യൻസ് ഇടുന്ന പാനല് എപ്പോഴും ഒരേ ടീമായിരിക്കൂലല്ലോ. അപ്പൊ ടീം മാറുന്നതനുസരിച്ചിട്ട് GK ആയാലും നമ്മുടെ സബ്ജക്റ്റ് ആയാലും മാറുന്നുണ്ട്. GK ചില സമയങ്ങളിൽ അറബിക്കുമായിട്ട് അല്ലെങ്കിൽ സിലബസുമായിട്ട് ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻസ് വരെ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. അത് GK ആരാണോ ഇടുന്നത് അവരുടെ മൈൻഡ് അനുസരിച്ചിട്ടാണ് അവർ ക്വസ്റ്റ്യൻസ് ഇടുക. അതേപോലെയാണ് അറബിക്കും. ഇപ്പോ നമുക്കറിയാം, പാനലുള്ളവരൊക്കെ പഴയ ആൾക്കാരിൽ നിന്ന് മാറി ഒരുപാട് വായനയും അതായത് തൊട്ട് മുമ്പ് PSC എഴുതിയ ടീമുകളും അത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ടീമുകളായതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് കുറേയൊക്കെ ടഫാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറയാറുണ്ട്, ഒരു നെറ്റ് ലെവൽ പഠിത്തമൊന്നും ഒരിക്കലും PSCക്ക് വേണ്ട എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ കണ്ടിടത്തോളം നെറ്റിന് പഠിച്ചവർക്കൊക്കെ PSC എളുപ്പമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർ സ്റ്റേറ്റ്മെന്റ് ലെവലും കുറച്ച് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി പോകുന്നത് കൊണ്ട് തന്നെ PSCക്ക് അത് എളുപ്പമായാലും സ്റ്റേറ്റ്മെന്റ് ആയാലും നെറ്റിനെ അപ്ലൈ ചെയ്തവരും നെറ്റ് എഴുതുന്നവരൊക്കെ അതങ്ങോട്ട് പെട്ടെന്ന് ക്രാക്ക് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു ഗൈഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കാതെ, ചിലൊരു ഗൈഡിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും ആ ഗൈഡിനെ ഡിപ്പെൻഡ് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗൈഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അത് മാത്രം പഠിച്ച് പോയത് കൊണ്ടൊന്നും നമുക്ക് PSC കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരുപാട് ഗൈഡുകളുണ്ടെങ്കിൽ ഒരുപാട് വായിച്ചേ നമ്മൾ പറ്റുള്ളൂ. ആദ്യം നിങ്ങൾ സിലബസ് പ്രിന്റ് ഔട്ട് എടുക്കുക. എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ട് PSC എഴുതുന്നവരല്ല ഇതിലുള്ള എല്ലാവരും. 1-2 പേരെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ ഏതൊക്കെയോ ലിസ്റ്റിലുള്ളവരായിരിക്കും, ചിലപ്പോൾ ഇനി എഴുതി കിട്ടാത്തവരൊക്കെ ആയിരിക്കും. അപ്പോൾ 1-2 ഗൈഡിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു പരന്ന വായന PSCക്ക് ആവശ്യമാണ്. എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഡീപ്പായിട്ട് JRFന് വായിക്കുന്ന പോലെയും വായന വേണ്ട. അപ്പൊ എന്താണോ PSCക്ക് വേണ്ടത് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതിന് ഏറ്റവും നല്ലത് ഇപ്പൊ തൊട്ടടുത്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു PSCയുടെ പൾസ് അറിയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് തൊട്ടടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്യുക. നമുക്കറിയാം, ഒരു 2 മാസം മുമ്പ് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് ആദ്യം പഠിക്കുക. എങ്ങനെയാണ് അവർ ചോദ്യം, എന്നിട്ട് അവരുടെ മൈൻഡിലെ കൂടെ ബാക്കി നമ്മൾ കാണുക. ചിലപ്പോൾ ആ സെയിം പാനൽ തന്നെ ആയിരിക്കും ഇനിയും ക്വസ്റ്റ്യൻസ് ഇടുക. പിന്നെ നമുക്കുള്ളൊരു ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് ലിസ്റ്റ് ഉണ്ടായിട്ടും എക്സാം വിളിച്ചത് എന്നുള്ളത്. അത് PSCയുടെ ഒരു സ്കെഡ്യൂളാണ്. അത് അതനുസരിച്ചിട്ട് അവർക്കറിയാം ഇത്ര സമയം. കാരണം 2019 നോട്ടിഫിക്കേഷൻ വന്നത് കണ്ണൂരിലേക്കുള്ള എക്സാമിൻ്റെത്. അത് നടന്നത് പിന്നെ കുറച്ച് ഡിലേ ആയിട്ട് നടന്നു. ലിസ്റ്റൊക്കെ വരാൻ ഡിലേ ആയിരുന്നു. പക്ഷേ PSCക്ക് ഒരു സ്കെഡ്യൂളുണ്ട്, അതനുസരിച്ചിട്ട് അവർ എക്സാം നടത്തിക്കൊണ്ടേയിരിക്കും. ഇനി ഇപ്പോൾ 1 വർഷം കാലാവധിയുള്ള ലിസ്റ്റുകൾക്കൊക്കെ എങ്ങനെയാണ് നമ്മുടെ റിസൾട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാം നടക്കാൻ ഇനി നോട്ടിഫിക്കേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഡേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഒരു 6 മാസം 7 മാസം എടുക്കും എക്സാം നടക്കാൻ. അത് കഴിഞ്ഞ് റിസൾട്ട് വന്ന് നമ്മുടെ മെയിൻ ലിസ്റ്റ് പുറത്തിറങ്ങുമ്പോഴേക്കും മറ്റേ ലിസ്റ്റ് അവസാനിച്ചിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് നമുക്കൊരു അനുഗ്രഹം കൂടിയിരിക്കും. കാരണം ഈ ലിസ്റ്റിലുള്ളവർ മാക്സിമം, ഇപ്പൊ നിലവിൽ ലിസ്റ്റിലുള്ളവർ മാക്സിമം ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, അവർക്ക് പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട്. കാരണം അവർക്കും ടെൻഷനായിരിക്കും, അടുത്ത എക്സാം വന്നതുകൊണ്ട് ഈ ലിസ്റ്റ് ഒരിക്കലും നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയില്ല എന്നുള്ള ഒരു ഉറപ്പ് അവർക്കുണ്ടാവും. സാധാരണ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ലിസ്റ്റിലുള്ള ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ പി എസ് സിക്ക് വേണമെങ്കിൽ ആ ലിസ്റ്റ് അസാധുവാക്കാന്നാണ്. നമുക്ക് കേസിന് പോയിട്ട് പോലും രക്ഷയില്ല. ഒരാളെ, 1-ാം റാങ്കുകാരനെ അല്ല, ഒരാളെ. നമുക്കറിയാം ലിസ്റ്റിലുള്ള 1-ാം റാങ്കുകാരനല്ല ആദ്യം കയറുക. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസബിലിറ്റിയോ എന്തെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരാണ് ആദ്യം കയറുക. അങ്ങനെ കയറിയാൽ പോലും ആ ലിസ്റ്റ് അസാധുവാക്കാന്നാണ്. അപ്പോൾ ഈ കഴിഞ്ഞ എക്സാമുകൾ വരാൻ പോണ എല്ലാ ജില്ലയിലെയും ലിസ്റ്റുകളിൽ കുറെ പേരൊക്കെ ജോലിയിൽ കയറിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ലിസ്റ്റ് അസാധുവാക്കാം. അത് മാത്രമല്ല, ലിസ്റ്റിന്റെ കാലാവധി 3 വർഷം എന്നുള്ളത് ആവാം എന്നാണ്. 1 വർഷം കൊണ്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ട് അവിടെ ലിസ്റ്റ് ഉണ്ടായിരിക്കും, എക്സാം കടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതൊന്നും നിങ്ങൾ ആലോചിക്കണ്ട, നിങ്ങൾ ഒന്നും ചിന്തിക്കണ്ട. ലിസ്റ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇനി എക്സാം എപ്പോൾ നടക്കും, ഇതൊന്നുമല്ല നിങ്ങളുടെ മുന്നിലുള്ള കാര്യം. ഇനിയുള്ളൊരു എക്സാം ക്രാക്ക് ചെയ്യാന്നുള്ളതാ. മക്കളെ കുറെ കാലമായില്ലേ ഇതിന്റെ പിറകെ, മടുപ്പ് വരൂലേ? എത്ര പേർക്ക് മടുപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? എനിക്ക് ഇതിന് എക്സാം ഡ്യൂട്ടി ഉണ്ടായി പി എസ് സിയുടെ. നമ്മൾ ഇങ്ങനെ സൈൻ ചെയ്ത് പോകുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യുമല്ലോ. അപ്പോ 39 വയസ്സായ ഒരാൾ, ജനറൽ പി എസ് സി ആട്ടോ, 39 വയസ്സായ ഒരാള് പി എസ് സി ചെയ്താ വന്നേക്കുക. എനിക്ക് തോന്നുന്നു പോലീസ് ഉണ്ടായി, അതായത് പ്രിലിമിനറി ടെസ്റ്റ് ആട്ടോ, പോലീസിൻ്റെത് ഉണ്ടായി, പിന്നെ ഓഡിറ്റർ ഉണ്ടായി, പിന്നെ ഫോറസ്റ്റ് ഓഫീസർ, അങ്ങനെ കുറേ സെക്ഷനിലാണ് എക്സാം പ്രിലിമിനറി ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് സത്യത്തില് ഞാനിങ്ങനെ അയാളെ കുറിച്ച് ചിന്തിക്കുക, അതൊരു മെയിലൊരാണും കൂടിയാട്ടോ. അപ്പോൾ ഇന്നലെ പ്രിലിമിനറി ടെസ്റ്റ് ചെയ്താൽ വന്ന എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന 20-ൽ 13 പേരെ വന്നുള്ളൂ. ആ 13 പേരും മെയിലായിരുന്നു, പെൺകുട്ടികളൊന്നും ഇല്ല. എന്നാൽ പോലും ബാക്കിയുള്ളതൊക്കെ ചെറിയ കുട്ടികളായിരുന്നു. പക്ഷേ ഈ 39 വയസ്സിന്റെ സൈൻ ചെയ്യുമ്പോൾ സത്യത്തിൽ ഞാനൊന്ന് സ്റ്റക്കായി പോയി. കാരണം പി എസ് സി എഴുതി ഇപ്പൊ കയറിയത് കൊണ്ട് തന്നെ നമുക്കറിയാലോ അതിന്റെ പ്രയാസങ്ങൾ. അപ്പോൾ അയാളുടെ ഒരു തുടർച്ചയായിട്ട് അയാള് എത്ര വർഷം ഇതിന്റെ പിറകെ ഇരുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. എത്രത്തോളം ഒരു ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അയാൾ കുടുംബത്തിൽ നിന്നൊക്കെ എത്ര കേട്ടിട്ടുണ്ടാവും പഠിക്കാനിരുന്നതിന്, എത്ര പ്രയാസം അയാൾക്ക് ഉണ്ടാവും അല്ലേ? അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര പ്രയാസം ഉണ്ടായിട്ട് വേണം അയാള് ബേസിക് ഒരു 35-ഓ 40-ഓ അല്ലെങ്കിൽ 35-ന് താഴെയോ കിട്ടുന്ന ഒരു കോൺസ്റ്റബിളിനൊക്കെ എത്ര കിട്ടും? ഒരു ടീച്ചർ സ്കെയിലിനേക്കാളൊക്കെ താഴത്താണ്, എൽ പിന്നേക്കാളൊക്കെ താഴത്താണ്. ആ ഒരു സ്കെയിലിലേക്ക് വേണ്ടിയിട്ട് എക്സാം ഈ 39-ാമത്തെ വയസ്സിലും എഴുതണം, അതും പ്രിലിമിനറി എഴുതാൻ വരണം എന്നുണ്ടെങ്കിൽ എന്തോരം എഫേർട്ട് എടുക്കണ്ടാവും മാനസികമായിട്ട് പോലും. ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്, എത്ര കഷ്ടപ്പെടുന്നുണ്ട് ഈ പി എസ് സിക്ക് പിന്നില്. നിങ്ങളും അതെ, നമുക്കറിയാം നമ്മുടെ കൂടെ ഇരുന്ന ഒട്ടുമിക്ക ആൾക്കാരും അൽഹംദുലില്ലാ എൻ്റെ കൂടെയൊക്കെ ഇരുന്ന ഒരു സർക്കിൾ മുഴുവനായിട്ട് പി എസ് സി കിട്ടിപ്പോയവരാട്ടോ. ഒരു ഭയങ്കര സൗഹൃദം ഉണ്ടായ 1-2 പേരൊക്കെയാണ് ലിസ്റ്റിലുണ്ട്. അവരൊക്കെയാണ് എനിക്ക് കയറാൻ ബാക്കിയുള്ളത്. ഇൻഷാ അല്ലാഹ് അവർ കയറുന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, പ്രാർത്ഥനയിലുണ്ട്. ഭയങ്കര ആഗ്രഹമാണ് അവരും കൂടെ കയറി കാണാൻ. ബാക്കി എല്ലാവരും ഏകദേശം കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കുറെ പേര് കയറാതെ പുറത്തേക്കുന്നവരാ. ഇനി ഈ എക്സാമിന് കയറാൻ പോണവർ, അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമിന് റിസൾട്ട് വരുമ്പോൾ ലിസ്റ്റിൽ ഉണ്ടാവാൻ പോകുന്നവരാ ഇൻഷാ അല്ലാഹ്. ബാക്കി ഞങ്ങളുടെ സർക്കിളിലുള്ള എല്ലാവരും ആ ഒരു സമയത്ത് പഠനം അത്രയും സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ പി എസ് സിക്ക് മാത്രമല്ല ഞങ്ങൾ ആ സമയത്ത് ഇരുന്നുകൊണ്ടിരുന്നത്, നെറ്റിന് വായിക്കുമായിരുന്നു. സത്യത്തിൽ എൻ്റെ ഒരു നെറ്റിന്റെ വായനയൊക്കെയാണ് എന്നെയൊക്കെ പി എസ് സിയിലേക്ക് എത്തിച്ചത്. അപ്പോൾ അത് മാത്രമല്ല, ഞങ്ങൾ ഭയങ്കരമായിട്ട് കമ്പൈൻ സ്റ്റഡി നടത്തുമായിരുന്നു. കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യില്ല, എവിടെ നിന്നൊക്കെ കിട്ടിയാലും ഞങ്ങൾ വന്ന് ഞങ്ങളൊക്കെ ആയിട്ട് ഒരു 5-6 പേർക്കൊക്കെ ആയിട്ട് ഇപ്പോഴും ഗ്രൂപ്പ് ഉണ്ട്. സത്യം പറയുന്ന 5-6 പേരിൽ എല്ലാവരും ചിലപ്പോൾ പി എസ് സി കിട്ടി പോയവരായിരിക്കും.
എന്നാൽ ആ ഗ്രൂപ്പ് ഇപ്പോഴും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവന്ന് അവിടെ ഇട്ട് ഡൗട്ട് ചോദിക്കലും ഇപ്പോഴും ഉണ്ട്. ആരും PSC ചെയ്തതുകൊണ്ടല്ല അവിടെ, എന്നാലും ചോദിക്കും. 10-12 പേരുള്ള വേറെ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പൊന്നും അല്ല, ഇങ്ങനെ ഒരു 5-6 ടീമുകളായിട്ട് 5-6 ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ 5-6 ഗ്രൂപ്പിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു ദിവസം നമ്മൾ പല ക്വസ്റ്റ്യൻസും നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് കാണുകയെങ്കിലും ചെയ്യാണ്. അങ്ങനെ ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. നിങ്ങളൊരു സർക്കിളിൽ തന്നെയുള്ള പഠനം സീരിയസ് ആയിട്ട് എടുക്കുന്ന, ഞാൻ സംസാരം ദീർഘിപ്പിക്കുന്നില്ല, പഠനം സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്ന ഒരു സർക്കിൾ ഉണ്ടാക്കിയിട്ട് അതിലുള്ള ആൾക്കാരായിട്ട് ഒരു കമ്പൈൻ സ്റ്റഡി നിർബന്ധമാണ്. കമ്പൈൻ സ്റ്റഡി ഇനിയുള്ളത് നമ്മൾ വിചാരിക്കും ഒറ്റയ്ക്ക് PSC പഠിച്ച ആ ഒരു കാലമൊക്കെ കഴിഞ്ഞു പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ചിലപ്പോൾ ഒറ്റയ്ക്ക് പഠിച്ച് നേടുന്നവരുണ്ടാവും, അറിയില്ല. പക്ഷെ കമ്പൈൻ സ്റ്റഡി ഉണ്ടാകുമ്പോൾ ഈ 6 പേരുടെയും തലയിൽ ഉദിക്കുന്ന ക്വസ്റ്റ്യൻസും ചിന്തകളും അവിടെ വരികയാണ്. അല്ലെ? മനുഷ്യന്മാരുടെ ചിന്തകളൊക്കെ ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ ഈ PSC ക്വസ്റ്റ്യൻസ് ഇടുന്നവരുടെ ആരുടെയെങ്കിലൊക്കെ ചിന്തയായിട്ട് ഏതെങ്കിലും ഒരാളുടെ ചിന്ത ഒത്തുപോയാൽ പോലും നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരെണ്ണം. പിന്നെ നോട്ട്സ്, ഞാൻ സാധാരണ എനിക്കൊരു നോട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. കുറെ പുസ്തകങ്ങളും ഉമ്മാത്തുൽ കുത്തുബൊക്കെ പഠിക്കാനിരിക്കുമ്പോൾ നിരത്തി വെച്ച് അവിടെ ഇവിടെ നോക്കുന്നല്ലാതെ വായിക്കുന്നല്ലാതെ, പിന്നെ PYQ സെറ്റിന്റെ PYQ ഒരെണ്ണം പ്രിന്റ് ഔട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എന്നല്ലാതെ, അത് ഞാൻ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു നോട്ട്സ് എനിക്കില്ല. പക്ഷെ ഞാനിപ്പം മനസ്സിലാക്കണത് ഇനിയൊരു PSC നേടണമെന്നുണ്ടെങ്കിൽ നിർബന്ധമാണ് നോട്ട്സ്. പിന്നെ ജംഷദ് സാറ് നോട്ട്സ് ഞാൻ ജംഷദ് എഴുതിയെടുത്തത് പ്രിന്റ് ഔട്ട് എടുത്ത് തന്നിട്ടുണ്ട്. അതല്ലാത്ത സ്വന്തമായിട്ട് എനിക്ക് നോട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇനിയൊരു കാലത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട്, അതും നോട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ലെവല് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് തന്നെ പോയിന്റ് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കി ഒരാളുടെ കീഴിൽ ഇങ്ങനെ ഹാരിസ് ഇബ്നു ഹില്ലിസാന്ന് എടുത്ത് കഴിയുമ്പോൾ അതിന്റെ പോയിന്റ് ഔട്ട് ഇങ്ങനെ ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു ചിന്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിർബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഭാവി നിങ്ങൾ കാണുന്നത് ഈ ടീച്ചിങ് ഫീൽഡിലാണ് എങ്കിൽ നിർബന്ധമായിട്ടും PSC എഴുതിയെടുക്കണം. അല്ലാതെ സത്യത്തില് നമുക്കറിയാം ഈ ഗവൺമെന്റ് സ്കൂളിലും പിന്നെ അതിനേക്കാളും ജോലിയാണ് CBSEയിലും അൺഎയ്ഡഡിലൊക്കെ, അതിനേക്കാളും കഷ്ടപ്പെടാണ്. അല്ലേ? അപ്പൊ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും PSC എഴുതിയെടുക്കുക. PSC എന്ന് പറയുന്നത് കിട്ടാത്ത സാധനമൊന്നുമല്ല, ടഫായിക്കൊണ്ടിരിക്കും. ടഫാകുന്നത് എന്തുകൊണ്ടാണ്? ഇനി വരുന്ന കുട്ടികൾ അത്രയും ബ്രില്യൻ്റ് ആയതുകൊണ്ടാണ് ടഫാകുന്നത്. അല്ലാതെ PSC ഒരിക്കലും ടഫാക്കുന്നല്ല. ബ്രില്യൻ്റ് ആയ പിള്ളേർ വരുമ്പോൾ മത്സരങ്ങൾ കൂടുന്നതാ. ഞങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങളുടെ ആൻസർ ചെയ്തിട്ട് പോകും. ഞങ്ങളൊക്കെ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങളൊക്കെ പറയാറുണ്ട്, അല്ലാ ഇത് എഴുതിയിരുന്നെങ്കിൽ 83 കിട്ടിയേനെ, ഇത് എഴുതിയെങ്കിൽ 90 കിട്ടിയേനെ. കാരണം ഞങ്ങൾ അത് പഠിച്ചു പോയതുകൊണ്ട് ഈസി ആയിട്ട് അതിന് ആൻസർ പറയുമായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും അതാണ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്ത് അവർക്ക് അത് ടഫായിരിക്കും. ഞങ്ങൾ എഴുതിയ സമയത്ത് ഈ എറണാകുളം തൃശ്ശൂർ വന്ന ഞാനൊക്കെ എഴുതിയ സമയത്ത് ആ ഒരു സമയത്ത് വന്നതിൽ ഏറ്റവും വൃത്തിയായിട്ട് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പക്ഷെ അതിപ്പോ നിങ്ങൾ എടുത്ത് നോക്കിയേ, നിങ്ങൾക്കത് ഈസി ആയിരിക്കും. അതങ്ങനെയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ സമയം കഴിയുന്തോറും ഈ കുട്ടികളുടെ ഒരു ബ്രില്യൻറ്റിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ എഴുതുന്ന പിള്ളേരൊക്കെ വേറെ ലെവല് പിള്ളേരാ. ഈ പിള്ളേരുടെ ഈ കയറിയ ടീമുകളൊന്നും എഴുതിയാൽ കിട്ടാനും പോണില്ല. അത്രയും ബ്രില്യൻ്റായ കുട്ടികളാണ് പഠിച്ചിറങ്ങുന്നത്. നമ്മളുടെ ഒന്ന് സാഹചര്യമൊക്കെ മാറി. അതായത് ഒരു 30+ ഏജ് ഉള്ളവർ PSC എഴുതുമ്പോൾ നിങ്ങൾ 22 21 വയസ്സുള്ള അല്ലെങ്കിൽ ആ ഒരു മൈൻഡിലേക്ക് പോയിട്ട് ആ കുട്ടികളുടെ ബ്രില്യൻ്റ് അവരെത്രത്തോളം ചിന്തിക്കും, അവരെത്രത്തോളം പഠിക്കും എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടും പഠിക്കാൻ. ചിലവർക്ക് ഫാമിലി ഭയങ്കര സപ്പോർട്ട് ഉണ്ടാവും. ചിലവർക്ക്, എനിക്കൊരു കുട്ടി കഴിഞ്ഞ എക്സാമിൻ്റെ സമയത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ടീച്ചറെ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. ഹസ്ബൻഡ് ഒരു സപ്പോർട്ട് ഉണ്ട്, പക്ഷേ വീട്ടിൽ നാത്തൂന്മാരുണ്ട്, ഉമ്മാക്കും വാപ്പാക്കും സുഖമില്ലാത്തതാണ്, എപ്പോഴും വിസിറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ചായ ഉണ്ടാക്കി കൊടുക്കലും അങ്ങനെ ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് പറ്റുന്നില്ല ഒന്നിനും. അതുമാത്രമല്ല അവരാരും സപ്പോർട്ടല്ല. ഞാൻ എന്ത് ചെയ്യണം? ഉമ്മാനെയും വാപ്പാനെയും നോക്കാൻ ആൾക്കാരുണ്ട്, പക്ഷേ ഞാൻ എന്താ ടീച്ചർ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് കുറേ മെസ്സേജ്. ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനെ അറിയാമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് സംസാരിച്ച് ഞാൻ വീട്ടിൽ പോയിട്ട് കിട്ടിയില്ല, എക്സാമിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നാണം കിടുവോ, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞാൻ നാണം കിടൂലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കൂട്ടി. ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട, വീട്ടിൽ ഹസ്ബൻഡിനും ഉമ്മാനെയും വാപ്പാനെയും നോക്കാൻ ആൾക്കാരുണ്ട്, ആ ബാധ്യത നിനക്കില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ പോവാലോ.
പിറ്റേന്ന് രാവിലെ അവൾ എനിക്ക് മെസ്സേജ് അയച്ചു, ടീച്ചറെ ഞാൻ വീട്ടിലെത്തിയിട്ടോ എന്ന് പറഞ്ഞ്. സത്യത്തിൽ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം അവളുടെ പാഷൻ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ അവളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ കുട്ടി വന്നല്ലോ. എക്സാമിന് എന്തോ 3-4 ദിവസം മുമ്പ് വന്നുള്ളൂ. ലിസ്റ്റിൽ അവൾ എത്തുമെന്ന് എനിക്കറിയില്ല, എന്നാലും 40 എബോവ് അവൾ മാർക്ക് വാങ്ങിയിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അവൾക്ക് കഴിവുള്ള കുട്ടിയാണ്. അവൾ ആ വീടിന്റെ ചുറ്റുപാടനുസരിച്ച് അവൾക്ക് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിലുള്ള ചുറ്റുപാടും വീട്ടിലുള്ള ആൾക്കാർ കുറച്ച് സപ്പോർട്ട് തരുന്നവരാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി ഈ ഒരു എക്സാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എഴുതാൻ പറ്റാത്ത 43 വയസ്സോടെ എടുക്കുന്ന കുറേ പേരുണ്ടാവും. അപ്പൊ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഭാര്യമാരുണ്ടെങ്കിൽ ഭാര്യമാരോടും, ഇനി ഭർത്താക്കന്മാരും വീട്ടുകാരും ഉണ്ടെങ്കിൽ അവരോടും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. വീട്ടുകാരുടെ സപ്പോർട്ട് ഈ PSC എക്സാമിന് വലുതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ ഇതൊരു കിട്ടാക്കനിയൊന്നുമില്ല കേട്ടോ. ഞാനൊക്കെ എഴുതി കയറിയിട്ടുണ്ട്. ഈ ലോകത്തുള്ള സകലോർക്കും PSC കിട്ടും തന്നെ ഞാൻ പറയണേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് നെറ്റ് കിട്ടിയോ അതോടുകൂടി ആ നെറ്റിന്റെ വില ഇല്ലാണ്ടായി. എല്ലാവർക്കും നെറ്റ് കിട്ടും. PSC കിട്ടിയോ അതോടുകൂടി PSC തീർന്നു, എല്ലാവർക്കും PSC കിട്ടും. ഇതൊന്നും കിട്ടാത്ത സാധനയല്ല. പക്ഷെ എന്താണ് PSCക്ക് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുക. എന്താണ് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് പഠിക്കാനിരിക്കുക. നമ്മുടെ സ്വപ്നങ്ങൾ ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് വേണ്ടിയിട്ടും നിങ്ങൾ മാറ്റിവെക്കണ്ട. നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ മാത്രമാണ്. അത് എല്ലാ കാലത്തും ഏത് കാലത്തും നിങ്ങളുടെ മാത്രമാണ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, കഴിയും തോറും നമ്മൾ ഡിപ്പെൻഡായി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ തളർന്നുകൊണ്ടേയിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ആയിട്ടുള്ള നമ്മളെ തളർത്താൻ രോഗത്തിനല്ലാത്ത മറ്റൊന്നിനും കഴിയൂല എന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കണേ. അതായത് നിങ്ങൾക്കറിയാം, രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു മനുഷ്യന്മാര് അല്ലേ? അതൊക്കെ റബ്ബിന്റെ പരീക്ഷണ. അതല്ലാത്ത വേറൊന്നിനും, കുടുംബത്തോ അല്ലെങ്കിൽ നമുക്കോ അല്ലാത്ത, രോഗം അല്ലാത്ത മറ്റൊന്നിനും ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരാളെ തകർക്കാൻ പറ്റില്ല. വേറെ എന്ത് പ്രയാസങ്ങളും, കുടുംബത്തിൽ നിന്നുള്ള പ്രയാസങ്ങളായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായാലും നമ്മളെ തകർക്കാൻ പറ്റൂല. നമ്മൾ പിടിച്ചു നിൽക്കും. നമുക്ക് ജോലി ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പുണ്ടാവും. അപ്പോൾ ആ ജോലി നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുടുംബത്തിലൊക്കെ ഭയങ്കര സ്റ്റാറ്റസ് വരും. സത്യം ഞാൻ പറയണേ, നമ്മുടെ വില ഇങ്ങനെ കൂടും. കുടുംബത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും സമൂഹത്തിലും ഒക്കെ നമ്മുടെ വില കൂടും. ഏറ്റവും നല്ല ജോലി ടീച്ചറാണ്. നിങ്ങൾ IAS കളക്ടർ ആയാൽ പോലും നിങ്ങൾക്ക് ഇത്രയും സമാധാനോ, അല്ലെങ്കിൽ ഒന്നാമത് LP സെക്ഷനിൽ ടീച്ചർ ആവാന്ന് പറയുന്നത് അതിന്റെ ഒരു രസം ഒന്ന് വേറെയാണ്. ആ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ടെൻഷൻ നമ്മൾ അറിയൂല. വളരെ എന്താ പറയാ, ഭയങ്കര നിഷ്കളങ്കമായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന കുട്ടികളവര്. ഉമ്മാനെയൊക്കെ പോലെ തോന്നണ, നമ്മൾ എത്ര ദൂരത്ത് നിന്ന് കണ്ടാലും ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന മക്കളവര്. ആൺകുട്ടികളൊന്നുമില്ല പെൺകുട്ടികളൊന്നുമില്ല, 2 പേരും. അത് നമുക്ക് വേറൊരു സെക്ഷനിലും പോയാൽ കിട്ടൂല, LPയിൽ മാത്രമേ കിട്ടുള്ളൂ. അത്രയും നിഷ്കളങ്കമായ സ്നേഹമായിരിക്കും നമ്മളോട്. അപ്പോ ആ ഒരു സൗഭാഗ്യം കിട്ടുന്ന സൗഭാഗ്യമാണ്. ടീച്ചർ ആന്ന് പറയുന്നത് ഒരു സൗഭാഗ്യമാണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശ്രമിക്കുക തന്നെ വേണം. അപ്പൊ ഏറ്റവും നല്ല നിലയിൽ പരിശ്രമിക്കുക. അതിനോടൊപ്പം പ്രാർത്ഥന ഉണ്ടാവുക. അതോടൊപ്പം തന്നെ നമുക്കുള്ള അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എത്രത്തോളം നിൽക്കുന്നോ അതനുസരിച്ചിട്ട് റബ്ബ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. അല്ലാതെ മറ്റൊന്നിനു വേണ്ടി നിങ്ങൾ ഉറപ്പിക്കുക ഈ PSC എനിക്കുള്ളതാണ്. എത്രയോ ജില്ലകളിൽ ലിസ്റ്റ് ഉണ്ടായിക്കോട്ടെ, അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഇനി ഇവിടെ ഒരു വേക്കൻസിയും ഇല്ലാണ്ടായിക്കോട്ടെ, ഒരാളെ കയറ്റണമല്ലോ, ആ ലിസ്റ്റിൽ നിന്ന് ഒരാളെ കയറ്റണമല്ലോ അല്ലെ? ഇനി സംവരണത്തിൽ ഇല്ലാത്ത ഒരാളില്ലെങ്കിൽ അവിടെ 1-ാം റാങ്കുകാരനായി എനിക്കാണല്ലോ ആ ലിസ്റ്റിന് അവകാശി അല്ലെ? അല്ലെങ്കിൽ ഞാൻ 1-ാം റാങ്കുകാരനായാല് എനിക്ക് വലിയ പണിയെടുക്കണ്ടല്ലോ. എന്തായാലും ഈ പറഞ്ഞ ജില്ലകളിലൊക്കെ ഒരാളെ കയറ്റിയിട്ട് ലിസ്റ്റ് ക്യാൻസൽ ആവുന്ന ജില്ലകളല്ല. എന്തായാലും കുറച്ച് പേര് കയറും. ഒരു 4-5 പോട്ടെ, 5 ഞാൻ വളരെ കുറച്ച് പറയുന്നതാണ്. ഒരു നിങ്ങളെ സമാധാനത്തിന് ഇനിയുള്ള ലിസ്റ്റിൽ നിന്നും 10 പേര് കയറുന്നു വിചാരിക്കുക. അതിൽ 1-ാം റാങ്കുകാരൻ ഞാനായാലും എനിക്കാരെയും പേടിക്കണ്ടല്ലോ. ആ 1-ാം റാങ്കിലേക്ക് വേണ്ടി ശ്രമിക്കുക. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരുപാട് പോസ്റ്റ് ഒന്നും വേണ്ട, ഒരു പോസ്റ്റല്ലേ വേണ്ടുള്ളൂ. അപ്പൊ 1-ാം റാങ്കിലേക്ക് വേണ്ടി പഠിക്കുക, കിട്ടും ഇൻഷാ അല്ലാ. പിന്നെ ജനറൽ നന്നായിട്ട് നോക്കുക. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ജനറലാണ്, നമ്മൾ അറബിക്കാണെന്ന് ഓർത്തിട്ട്, അറബിക്ക് നമ്മൾ എക്സ്പേർട്ട് ആണെന്ന് ഓർത്തിട്ട് മക്കളെ നഹവും ബലായൊക്കെ കലക്കി വെള്ളം പോലെ കുടിച്ചിട്ടുണ്ട്, എന്ന് വിചാരിച്ചിട്ട് ഈസി ആയിട്ട് പോകാൻ നിൽക്കണ്ട. നഹവും ബലായും അറിയുന്ന പലരും ഇന്നും ലിസ്റ്റിൽ നിന്നിട്ട് ജോലിയിൽ കയറാത്തവരുണ്ട്, ക്ലാസ് എടുക്കുന്നവർ തന്നെ ഉണ്ട്. കാരണം ആ സമയത്ത്
ഈ നഹ്വ് അറിയാ, ബലാ അറിയാ, അദബ് വെള്ളം പോലെ അറിയാ, ഇതൊന്നുമല്ല. ആ സമയത്ത് ഉണ്ടാവണം നമ്മുടെ ചിന്തകളാണ് നമ്മൾ ആ സമയത്ത് നമ്മൾ ലിസ്റ്റിൽ തീരുമാനിക്കുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്വപ്നത്തെ മുറുകെ പിടിക്കുക. ഒരു മനുഷ്യന് വേണ്ടിയിട്ടും, ദുനിയാവിൽ ഒരു മനുഷ്യന് വേണ്ടിയിട്ടും നമ്മളത് ഒഴിവാക്കൂല എന്ന് പറയാ. പിന്നെ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, 3-4 വർഷമായില്ലേ നിങ്ങളുടെ സമാധാനം കളയണ ഈ PSC എന്ന് പറയുന്ന ഈ 3 അക്ഷരം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സമാധാനത്തിൽ ഒരു കല്യാണത്തിന് പോകാൻ നിങ്ങളെ സമ്മതിച്ചിട്ടുണ്ടോ? കല്യാണത്തിന് പോയാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുത്തല്ലേ. വേറെ വല്ലയിടത്ത് ടൂർ പോകാൻ നിങ്ങളെ സമ്മതിച്ചിട്ടുണ്ടോ? പോണതൊക്കെ നമ്മൾ പോയിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു കുത്തല്ലേ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു പാട്ട് കേട്ടാൽ പോലെ ഒരു 5 മിനിറ്റ് പോയി കഴിഞ്ഞാൽ സംഭവം നമ്മൾ ആ പാട്ട് കേൾക്കും. പക്ഷെ ആ 5 മിനിറ്റ് കഴിയുമ്പോഴാണ്, അല്ല ഒരു 5 മിനിറ്റ് എൻ്റെ അടുത്ത് നിന്ന് പോയല്ലോ. ഉള്ളിലൊരു കുത്താണ്. ഈ 3-4 കൊല്ലയിൽ ഈ സാധനം നിങ്ങളുടെ ഉള്ളിലിട്ടുകൊണ്ട് നടക്കണ. സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക്? ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം ആ മനുഷ്യന് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ്. വലിയ കാശുണ്ടാവണമെന്നില്ല, വലിയ വീടുണ്ടാവണമെന്നില്ല, ഒന്നും വേണ്ട. സമാധാനത്തിൽ ഒരു മനുഷ്യൻ ഒരു രാത്രി കിടന്നുറങ്ങുന്നുണ്ടോ, ആ മനുഷ്യനാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യവൻ. നിങ്ങളോട് ഇതിനെ ചോദിച്ചാൽ മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് സമാധാനത്തിൽ ഉറങ്ങണ്ടേ, സന്തോഷത്തോടെ നിൽക്കണ്ടേ അല്ലേ? നിങ്ങളുടെ ഭാവി സേഫ് ആക്കണ്ടേ, നിങ്ങളുടെ കുട്ടികളെ സേഫ് ആക്കണ്ടേ, നിങ്ങളുടെ കുടുംബത്തെ സേഫ് ആക്കണ്ടേ? ഇൻഷാ അല്ലാ എല്ലാവരും പ്രാർത്ഥിക്കുക, നന്നായിട്ട് പഠിക്കുക. എൻ്റെ ഇത്രയും നേരത്തെ സംസാരം കൊണ്ട് ഒരുപാട് സമയമായി പോയി. ആജുവിനോട് 10 മിനിറ്റ് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്ത എന്നും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാ നമുക്ക് അടുത്തതായിട്ട് സംസാരിക്കാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ ഖൈർ സാറാണ്. സാറ് നിലവില് തിരുവനന്തപുരം ജില്ലയിലെ VK ഗവൺമെന്റ് LP അധ്യാപകനാണ്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവീസ് സംബന്ധമായിട്ടുള്ള അധ്യാപകരുടെ വിഷയങ്ങളൊക്കെ തന്നെ സാറ് പരിഹരിക്കുന്നത്. സാറിന്റെ ഒരു അധ്യാപകർ തന്നെയാണ്. ഏത് സമയം എന്തും ചോദിച്ചാലും, എന്ത് ഡൗട്ട് ചോദിച്ചാലും അതിന് പരിഹാരം സാറിന്റെ കയ്യിലെടുക്കാം. അത് ഏത് തരത്തിലായിക്കോട്ടെ, അതായിക്കോട്ടെ, വല്ല സർവീസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, സാറിന്റെ അടുത്ത് കൃത്യമായിട്ട് ഏത് സമയം വിളിച്ചാൽ സാറ് വളരെ കോപ്പറേറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളോട് സംസാരിക്കുന്ന വിഷയം ഈ ഒരു PSC ഏത് സംസാരിക്കുന്നത് കൂടുതലായിട്ട് ഒരു മിനിറ്റ്. നമുക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു വ്യക്തി പറയുന്നത് സാർ തന്നെയാണ്. സാറിനെ അടുത്ത സെഷനിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്തു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونصلي على رسوله الكريم. أما بعد. അജു സാറേ, മറ്റേ നിങ്ങളുടെ ഫോൺ ഓഫ് ചെയ്താലേ ഞാൻ 2 ഫോണിൽ കയറിയിട്ടുണ്ട്. സാറോ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ നാഥനായ റബ്ബ് സൗഭാഗ്യം തന്നു. അതിന് ഞാൻ ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഒരുപാട് പേര് ഒരുപാട് പ്രതീക്ഷയുമായിട്ടാണ് ഈ ക്ലാസ് കേൾക്കുന്നത്. അടിസ്ഥാനപരമായി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിന് ശേഷം, എനിക്ക് 8 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്, ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാം. അതിന്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്നു.
നമ്മള് മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യം, ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ പലർക്കും ആദ്യം ജില്ല തിരഞ്ഞെടുത്ത് പരീക്ഷ എഴുതി ജോലി കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം മുതൽ അവരുടെ അടുത്ത ചിന്ത എന്തായിരിക്കും എന്നറിയാമോ? സ്വന്തം ജില്ലയിലേക്ക് പോകണം, സ്വന്തം ജില്ലയിലേക്ക് പോകണം എന്നുള്ളതാണ്. എല്ലാവരും കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കേൾക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മുമ്പില് LP UP രണ്ട്, UP ഒരു ഒറ്റ ജില്ലയുള്ളൂ, കണ്ണൂർ ജില്ല മാത്രം. ഇപ്പൊ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കിന്ന് മറ്റു ജില്ല ചോയ്സ് ചെയ്യാൻ, അല്ല UP ഒരു കണ്ണൂർ ജില്ല മാത്രമല്ലേ ഉള്ളൂ സാറേ? സാറേ കണ്ണൂർ മാത്രമേ ഉള്ളൂ. കണ്ണൂർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതില് ഒരു ചർച്ച വേണ്ട, കണ്ണൂർ തന്നെ എല്ലാവർക്കും കൊടുക്കുക, പരീക്ഷ എഴുതുക. പക്ഷെ LP UP സംബന്ധിച്ചിടത്തോളം UPക്കാണ് എപ്പോഴും പിന്നെ ടൈറ്റ്, വളരെ കുറച്ച് വേക്കൻറ്റ് മാത്രമേ UP കാണുള്ളൂ. LP സംബന്ധിച്ചിടത്തോളം വേക്കൻറ്റ് കൂടുതലാണ്, കിട്ടാൻ ചാൻസുമാണ്. എപ്പോഴും പരീക്ഷ ടൈറ്റ് LPയുടെ പരീക്ഷ ആയിരിക്കും. കാരണം LPക്ക് വേക്കൻറ്റ് കൂടുതലും അതുപോലെ തന്നെ എഴുതുന്നവരുടെ എണ്ണം കൂടുതലുമായിരിക്കും. അതുകൊണ്ട് LP നമ്മൾ UP ഫോക്കസ് ചെയ്യേണ്ടെന്നല്ല, LP നമ്മൾ ഫോക്കസ് ചെയ്യുക. നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഇപ്പം LP ആയാലും UP ആയാലും ഒരേ സ്കെയിൽ ഓഫ് പേ ആണ്. നമ്മുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാല് 35,600 75,400 എന്ന് പറയുന്ന ഒരു സ്കെയിൽ ഓഫ് പേയിലേക്കാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കയറുന്നത്. ഒരുപക്ഷെ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കയറുന്നത് ഇതിന് മുകളിലുള്ള ഒരു സ്കെയിൽ ഓഫ് പേയിലായിരിക്കും. കാര്യം പുതിയ പേ റിവിഷൻ ഉടൻ തന്നെ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കെയിൽ ഓഫ് പേ ഇതിലും മുകളിലേക്ക് വരും. ഇനി രണ്ടാമതൊരു കാര്യം, സ്റ്റാർട്ടിങ് ഒരാൾ കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കപ്പെടാവുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ സിറ്റിയിലാണെങ്കിൽ 44,500 സ്റ്റാർട്ടിങ് ആണ്. ഇതിന്റെ ഒരു 10% നമ്മൾ എന്ത് ചെയ്യും, മറ്റ് റിഡക്ഷനൊക്കെ പോയി കഴിഞ്ഞാലും ഒരു 10-30 രൂപ നമ്മുടെ കയ്യിൽ കിട്ടുന്ന നിലയിലേക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും നിൽക്കും. സ്വന്തം ജില്ല അല്ലെങ്കിൽ നമുക്ക് ഈ ഇത്രയും പൈസ കിട്ടിയാൽ പോലും വീട്ടുവാടക, മറ്റ് ചെലവുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ 1 മാസം 2 മാസം നമ്മൾ ആവേശത്തില് മറ്റു ജില്ലയിൽ പോയി താമസിച്ച് പരീക്ഷ പിന്നെ നമ്മൾ ജോലി നോക്കി തുടങ്ങുമ്പോൾ ആദ്യത്തെ മാസം കഴിയപ്പോഴേ നമ്മളെ കയ്യിൽ ടൈറ്റ് ആയി തുടങ്ങും. 2, 3, 4 മാസം കഴിയപ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യും, പിന്നെ അടുത്ത ആലോചന സ്വന്തം ജില്ലയിലേക്ക് എങ്ങനെ ഉണ്ടോ, ഈ പൈസ നമുക്ക് ഇപ്പൊ നിലവിലെ കണ്ടീഷനിൽ തികയാതെ വരും, മറ്റ് ചെലവുകളൊക്കെ വരുന്നതുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം സ്വന്തം ജില്ലക്കാര്, ഇപ്പൊ എല്ലാവരും ചിന്തിക്കേണ്ടത് ഇത്രയാണ്, എനിക്ക് കയറാൻ ഒരു വേക്കൻറ്റ് ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ എൻ്റെ ജില്ലയാണ് എഴുതാൻ പോകുന്നത്. ആ ജില്ലയിൽ ജോലി കിട്ടുന്ന വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. സ്വന്തം ജില്ല അല്ലാത്തൊരു സെക്കൻഡ് ചോയ്സ് കൊടുക്കേണ്ടത് തൊട്ടടുത്തുള്ള ജില്ല. നമുക്ക് നമ്മുടെ ജില്ലയിൽ നിന്ന് രാവിലെ പോയി വൈകുന്നേരം വരാൻ കഴിയുന്ന ജില്ലക്ക് രണ്ടാമത് ചോയ്സ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ചോയ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കയറി കഴിഞ്ഞ ശേഷം ഒരു വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകില്ല. അല്ലെങ്കിൽ നമ്മള് ഈ പിന്നെ ട്രാൻസ്ഫറിനൊക്കെ കയറി ഇറങ്ങി ഒരുപാട് ബുദ്ധിമുട്ട് വരും. എനിക്കറിയാം പലരും പിന്നെ ജോലി കയറിയ ശേഷം ലീവ് എടുത്ത് ഗൾഫിൽ പോയി. കാര്യം ഈ പൈസ കൊണ്ട് മറ്റൊരു ജില്ലയിൽ പോയി ജോലി നോക്കാൻ പറ്റാത്ത സാഹചര്യം നിലവിലുണ്ട്. ഇതൊക്കെ വസ്തുതകളാണ് പറയുന്നത്. അപ്പൊ ഈ വസ്തുതകൾ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ജില്ല ചോയ്സ് ചെയ്യുക. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പം ഒഴിവ് എന്ന് പറയുന്നു, ഒഴിവ്
ഒഴിവുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കയറിയ ലിസ്റ്റ്, ഞാൻ തിരുവനന്തപുരം ജില്ലയില് UP-യിൽ പരീക്ഷ എഴുതാൻ വന്ന സമയത്ത് തിരുവനന്തപുരം ജില്ലയിലെ UP-യുടെ ഒഴിവ് 0 ഒരൊറ്റ ഒഴിവ് പോലും ഇല്ല. അത് മാത്രമല്ല, ഞാൻ സംഘടനാ ലെവലിലൊക്കെ അന്വേഷിച്ചാൽ പറഞ്ഞു ഇന്ന് ഈ തിരുവനന്തപുരം ജില്ലയിൽ ഒരു 10-15 വർഷം കഴിഞ്ഞ നിയമനം നടക്കുള്ളൂ. ഇപ്പം മുമ്പേ കയറിയവരെല്ലാം കയറി അവരൊക്കെ റിട്ടയർഡ് ആവാൻ ഒരുപാട് സമയം എടുക്കും. അതൊന്നും നിലയിൽ വേക്കന്റ് ഇല്ല, വേക്കന്റ് വരാൻ ചാൻസും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ നിരുത്സാഹപ്പെടുത്തി. എന്നാലും ഞാൻ എൻ്റെ ജില്ലയെ ചോയ്സ് ചെയ്ത് പരീക്ഷ ചെയ്ത് ലിസ്റ്റിൽ വന്നു. ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് 0 നമ്മുടെ പിന്നെ ഒഴിവ്. മുൻകാലങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു 10 ഒഴിവ് പോലും കിട്ടാനുള്ള ചാൻസ് ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. 5 പേര് പോലും കയറുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ലിസ്റ്റ് വളരെ പരിമിതമാക്കി. നമ്മുടെ തിരുവനന്തപുരം ജില്ലയില് നമ്മുടെ ലിസ്റ്റിന് കട്ട് ഓഫ് ഉയർത്തി. എനിക്ക് തോന്നുന്നു 62-ന് മുകളിൽ കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരുന്നു. ലിസ്റ്റിലാകെ 18 പേരെയാണ് എടുത്തത്. അതിൽ മെയിൻ ലിസ്റ്റ് വന്നപ്പോൾ 18 പേര്. പിന്നെ സപ്ലിയൊക്കെ ഉണ്ട് കുറച്ച് പേര്, വളരെ കുറച്ച്, 10-24 പേര് ടോട്ടൽ ആ ലിസ്റ്റിൽ പെട്ടിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ അതിനുശേഷം തിരുവനന്തപുരം മ്യൂസിയം ഉണ്ട്, മ്യൂസിയത്തിൽ ഈ 18 പേരെയും കൂടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ലിസ്റ്റിനകത്ത് കയറാം എന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്തു. അപ്പൊ നമുക്ക് 18 പേർക്ക് ഇതിനകത്ത് കയറണമെങ്കിൽ 36 വേക്കന്റ് സൃഷ്ടിക്കണം. 36 വേക്കന്റ് സൃഷ്ടിച്ചാൽ മാത്രമേ നിലവിൽ 18 പേർക്ക് കയറാൻ പറ്റുള്ളൂ. അതും 36 കൊണ്ട് മാത്രം കയറാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ വിഷയം എന്ന് പറഞ്ഞാല് ഈ ഒരു 40-41 വേക്കന്റ് ഉണ്ടാക്കിയാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഈ കണ്ടീഷനിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്തു. ഒന്നുപോലും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് 14 പേരെ നമ്മൾക്ക് ലിസ്റ്റിൽ നിന്ന് കയറ്റാൻ പറ്റി. 14 പേര്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒന്നുമില്ലെങ്കിലും നമുക്ക് ആദ്യം ലിസ്റ്റ് വരിക. ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയല്ല വേണ്ട. അതിനുശേഷം നമ്മൾ വർക്കിനിറങ്ങി കഴിഞ്ഞാൽ ആ ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു ലിസ്റ്റ് നമുക്ക് പുറത്തിറക്കി ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അതിന്റെ കാലാവധി അതിനകത്തുണ്ടാകും. ആ കാലാവധിയിൽ PSCക്ക് ഒരു കാലാവധിയും കുറയ്ക്കാൻ കഴിയത്തില്ല. പിന്നെ PSCക്ക് വേണമെങ്കിൽ 1 വർഷമോ 1.5 വർഷമോ PSC ബോർഡ് കൂടി ആ ലിസ്റ്റിന് കാലാവധി കൂട്ടാൻ പറ്റും, കുറയ്ക്കാൻ പറ്റത്തില്ല. കുറച്ചാൽ നമുക്ക് കേസിന് പോകാനുള്ള അവകാശമുണ്ട്. അപ്പൊ നമ്മൾ ആ ലിസ്റ്റ് വന്നു. അപ്പൊ വളരെ കുറച്ച് പേര്, 18 പേരെ ലിസ്റ്റിലുള്ളൂ. അതിന് ഏകദേശം ഇനി ജോലി വേണ്ടാത്തവര്, ജോലി ഇതിന് കിട്ടാൻ ഒരു ജോലിയും കിട്ടാത്ത ഒരാളെ ഉള്ളായിരുന്നു. ബാക്കി 3 പേരും LP ലിസ്റ്റിൽ കയറി. എന്നാലും നമ്മുടെ ലിസ്റ്റ് ഏകദേശം ആൾമോസ്റ്റ് എല്ലാവരും കയറി എന്ന് വേണം പറയാൻ. അതുപോലെ നമ്മൾ UP ലിസ്റ്റിന്റെ LP ലിസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ PSCയിൽ അന്വേഷിക്കുമ്പോൾ, ഞാൻ തിരുവനന്തപുരം LP-യിൽ ഉണ്ടായിരുന്നു, അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഒഴിവിന്റെ 7 ഒഴിവാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് റിട്ടയർമെന്റ് എല്ലാം കൂടെ കൂട്ടി 15 ഒഴിവിലേക്ക് വന്നു. പക്ഷെ നമ്മുടെ ലിസ്റ്റിൽ 50 പേരുണ്ട്. ഈ 50 പേരും പിന്നെ സപ്ലിയും മറ്റു കാര്യങ്ങളാണ് ഉള്ളത്. ഈ 50 പേർക്ക് തിരുവനന്തപുരം ജില്ല അന്നും നമ്മൾ ഇതുപോലെ മീറ്റിംഗ് കൂടി. 50 പേര് ഈ ലിസ്റ്റിൽ കയറണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 125ഓളം വേക്കന്റ് ഈ ലിസ്റ്റിന്റെ കാലാവധിക്ക് മുമ്പ് വരണം. അപ്പോഴും നമ്മൾ എന്ത് ചെയ്തു, ആ ലിസ്റ്റിനെ ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്തു. ആദ്യത്തെ വർഷം തന്നെ നമുക്ക് 30 വേക്കന്റ് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ലിസ്റ്റിൽ വന്ന നേട്ടം എന്ന് പറഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ 50 കയറി, പ്ലസ് സപ്ലിയുടെ 5 പേരും കയറി. ഈ നിലയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ആ ലിസ്റ്റിനെ ചരിത്ര വിജയമാക്കി ആ ലിസ്റ്റിനെ മാറ്റാൻ പറ്റി. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലിസ്റ്റ് ചോയ്സ് ചെയ്യുമ്പോൾ പരമാവധി നമുക്ക് സ്വന്തം ജില്ലക്കാര് ആ ജില്ല തന്നെ സെലക്ട് ചെയ്യുന്നതാണ് മെച്ചം. രണ്ടാമത് തൊട്ടടുത്ത് നമുക്ക് പോയി വരാൻ കഴിയുന്ന ജില്ല സെലക്ട് ചെയ്യലാണ് രണ്ടാമത്തെ മെച്ചം.
അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെന്നത് നമ്മൾ ലിസ്റ്റ് വന്നാലും ഇല്ലെങ്കിലും അടുത്ത വർഷം മുതൽ നമ്മൾ എഴുതിയ ജില്ലയിൽ വേക്കൻസി സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം എന്ന് പറഞ്ഞാൽ നിലവിൽ പുതിയൊരു സ്കൂളിൽ പോയി LP ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാർഗറ്റാണ്. അതിനകത്തൊരു വിഷയം, ആദ്യം അവര് പാർട്ട് ടൈം പോസ്റ്റ് ആയിട്ടേ ആ പോസ്റ്റ് അനുവദിക്കുള്ളൂ. അത് പാർട്ട് ടൈം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞാൽ ഫുൾ ടൈം ആവുള്ളൂ. അപ്പൊ നമ്മള് പുതുതായി സ്കൂളുകളിൽ പോയി വേക്കൻറ്റ് സൃഷ്ടിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് നിലവില് വേക്കൻ്റ് ഉള്ള സ്കൂളുകൾ കണ്ടുപിടിക്കുക. ഒരു വേക്കൻ്റ് ഉള്ള സ്കൂളിൽ അത്യാവശ്യം കുട്ടികളുള്ള സ്കൂളുകൾ ടാർഗറ്റ് ചെയ്ത് അവിടെ രണ്ടാമത്തെ വേക്കൻസി സൃഷ്ടിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ വേക്കൻസി സൃഷ്ടിക്കാൻ നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ 30 കുട്ടികൾ എന്ന നിലയ്ക്ക് ഉള്ള സ്കൂളുകളെ കാണും. അവിടെ നമ്മൾ 31 ആക്കിയാൽ 4 ഡിവിഷനിലും ഓരോ ഡിവിഷനിലും 31 ആക്കി കഴിഞ്ഞാൽ അവിടെ രണ്ടാമത്തെ വേക്കൻസി സൃഷ്ടിക്കുക. രണ്ടാമത്തെ വേക്കൻസി സൃഷ്ടിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ആദ്യത്തെ വർഷം നമുക്ക് റെക്കമെൻഡ് ചെയ്യും, രണ്ടാമത്തെ വർഷം അത് വേക്കൻ്റ് ആയിട്ട് നമുക്ക് അനുവദിക്കുകയും ചെയ്യും. അപ്പൊ രണ്ടാമത്തെ കൊല്ലം, ആദ്യത്തെ കൊല്ലം നമുക്ക് വേക്കൻ്റ് ഒന്നും റേസ് ചെയ്തില്ലെങ്കിൽ പോലും രണ്ടാമത്തെ കൊല്ലം ഇതെല്ലാം നമുക്ക് വേക്കൻ്റായി വരും. അപ്പൊ നമ്മളൊരു ടാർഗറ്റ് ചെയ്യണം, നമ്മുടെ ലിസ്റ്റിൽ എത്രയാണ് ആൾക്കാരുള്ളത്, ഇത്രയും പേർക്ക് കയറാൻ നമുക്ക് എത്ര വേക്കൻ്റ് വേണം, ഈ വേക്കൻ്റ് സൃഷ്ടിക്കുന്നത് നിങ്ങൾ. പിന്നെ നമുക്ക് നിലവിൽ ഒരു വേക്കൻ്റ് ഉള്ള സ്ഥലത്ത് അധ്യാപകർ കാണും, അവരെ പോയി കണ്ട് സംസാരിച്ച് അവരെ കൂടെ സഹായത്താൽ അവിടുത്തെ HM-നെയൊക്കെ കണ്ട് നമുക്ക് ഈ വേക്കൻ്റ് റൈസ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്ത് കയറാൻ വേണ്ടി ആദ്യമേ തീരുമാനിക്കുക. പിന്നെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷയ്ക്ക് എങ്ങനെ പഠിച്ചിട്ട് പോകണമെന്നുള്ളതാണ്. ഇപ്പൊ നിലവിലെ കണ്ടീഷനിൽ നമ്മൾ PSC എഴുതാൻ പോകുമ്പോൾ ഇപ്പൊ നെറ്റിന് വേണ്ടിയോ സെറ്റിന് വേണ്ടിയോ പഠിച്ചിട്ട് പോയി എഴുതിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ ക്വസ്റ്റ്യനുകൾ പരിശോധിക്കുമ്പോൾ ഒരു കേറ്ററ്റ് ലെവലിൽ നമ്മൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ കൃത്യമായ ലിസ്റ്റ് വരും. കാരണം ഇപ്പോഴത്തെ ലിസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡാണ്. പഠിക്കുമ്പോൾ ആ ഒരു മെത്തേഡ്, ഇതിനകത്ത് 1-2 വ്യത്യാസം ഉള്ളത്, മെന്റൽ എബിലിറ്റി കേറ്ററ്റിനകത്ത് വരാൻ കുറവാണ്, പക്ഷെ ഇതിനകത്ത് കുറച്ച് മെന്റൽ എബിലിറ്റി ഉണ്ടാവും. അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഇപ്പോഴത്തെ ക്വസ്റ്റ്യനൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു 6-7 മാർക്കിന് സൈക്കോളജി അങ്ങനെയുള്ള തരത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് നമ്മൾ പോകാതെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കേറ്ററ്റ് ലെവൽ, ഇപ്പൊ കേറ്ററ്റിന്റെ സിലബസ് നമുക്കറിയാം, ആ ലെവലിൽ കേറ്ററ്റ് മോഡലിൽ നമ്മൾ പഠിച്ചിട്ട് ഇപ്പോഴത്തെ PSC അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി നമ്മൾ ലിസ്റ്റിനകത്ത് വരും. അപ്പൊ ആ നിലയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്. ഇനി നമുക്ക് വേക്കന്റ്, ഇപ്പൊ നമ്മൾ 3-4 ജില്ലകൾ എടുത്ത്, ഈ ജില്ലകളിൽ വേക്കന്റ് നമ്മൾ കൂടുതൽ സൃഷ്ടിക്കും. അപ്പം കൊല്ലം ജില്ല എടുത്തു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ വേക്കന്റ് എത്ര ഉണ്ടോ അതിന്റെ പകുതി വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം വേക്കന്റ് റൈസ് ചെയ്യുക എന്നത് നമ്മൾ മറ്റു ജില്ലകളിൽ ചെയ്യുന്നതിനേക്കാൾ അല്പം പ്രയാസമായിരിക്കും. എന്നാൽ നമുക്ക് വേക്കന്റ് കൂടുതൽ സൃഷ്ടിക്കാൻ കഴിയുന്നത് മലപ്പുറവും അതുപോലെ തന്നെ വയനാടുമാണ്. അപ്പം നമ്മളെ പരിസര ജില്ല ഏതാണ് നമുക്ക് സെറ്റ്, ആ ജില്ല കണക്കാക്കി നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് എന്ത് ചെയ്യുക, വർക്ക് ആരംഭിക്കുക. ഈ വർഷം ഈ വർക്ക് ആരംഭിച്ചാൽ മാത്രമേ അടുത്ത വർഷത്തെ ഫിക്സേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പോയി കുട്ടികളെ പിന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത വർഷം നമുക്ക് ലിസ്റ്റൊക്കെ വരുള്ളൂ പരീക്ഷ കഴിഞ്ഞ്. പക്ഷെ ഇപ്പോഴേ വർക്ക് തുടങ്ങിയാൽ മാത്രമേ നമ്മൾ ലിസ്റ്റ് വരുമ്പോഴേക്ക് നമുക്ക് വേക്കന്റ് സൃഷ്ടിച്ച് കയറാൻ കഴിയത്തുള്ളൂ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് ഞാനത് മറുപടി പറഞ്ഞ് ക്ലോസ് ചെയ്യാം. അജി സാർ, ഇനി വേറെ വല്ലതും പറയേണ്ടതുണ്ടോ? സാർ ഇവര് വേറെ ഡൗട്ട്
മറ്റു കാര്യങ്ങളൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ആ ഓക്കെ. എന്തെങ്കിലും ചോദിക്കാനുള്ളവർ ചോദിച്ചോളണേ. ഓക്കെ സാർ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സാറിന് പേഴ്സണലി അയച്ചിട്ടാണ് സാർ. അതനുസരിച്ച് വോയിസ് അയച്ചിരുന്നാൽ മതി, ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തോളാം സാർ. ചോദിച്ചോട്, കുഴപ്പമില്ല. ഇപ്പം പറഞ്ഞ് ക്ലോസ് ചെയ്യാം. ഇനി ഓക്കെ. ഞാൻ നീട്ടിപ്പോണ്ട വേറെ വല്ലതും പറയണോടെ? എന്താ സാറേ? ഇനി വേറെ വല്ലതും പറയണ്ടോ? നമ്മൾ ഈ ഒരു ഇതല്ലേ പറഞ്ഞാൽ മതിയല്ലോ? മതിയാവും മതിയാവും. അത് വയനാട് വേക്കൻസിയെ കുറിച്ച് അടുത്ത ജംഷഡ്ദാർ ക്ലാസ് എടുക്കുമ്പോൾ വിഷയങ്ങളെ കൂടി ആധികാരികമായ രൂപത്തിൽ തന്നെ വേക്കൻസികളെ കുറിച്ച് സാർ സംസാരിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടാണ് ഹൈർ സാർ ആ വിഷയം പറയാതെ പോയത്. വേക്കൻസിയുടെ കാര്യം നിങ്ങൾ ഇപ്പോഴും ആലോചിക്കണ്ട. വേക്കൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റും. നിലവില് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും വേക്കൻറ്റ് ചെയ്യാൻ പറ്റും. സാർ ഒരു സംശയം. ചോദിച്ചോളൂ ടീച്ചറെ. അതിലെ ഇപ്പൊ അതാത് ജില്ലയിൽ ഇപ്പൊ എന്റെ ജില്ല തിരഞ്ഞെടുക്കാൻ പറഞ്ഞല്ലേ. ഇപ്പൊ ഞാൻ എറണാകുളം ജില്ലയാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഏത് ജില്ല തിരഞ്ഞെടുക്കും? എറണാകുളം വേക്കൻറ്റ് ഇപ്പം ഇത് വിളിച്ചിട്ടുണ്ടോ? ഇതിനകത്ത് ലിസ്റ്റിലുണ്ടോ? ഇല്ല എറണാകുളം ഇല്ല. തൊട്ടടുത്ത ജില്ല എടുക്കണം ടീച്ചറെ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, പോസിബിലിറ്റി ആണ് നോക്കേണ്ടത്. നിങ്ങൾ പോയി വന്ന്, കാര്യം ഞാൻ പറഞ്ഞില്ലേ, ലിസ്റ്റ് കയറി ഇപ്പൊ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ നമ്മൾ ഓടാൻ നിൽക്കാതെ നമുക്ക് ഇപ്പൊ എങ്ങനെയായാലും ഒരു 5 വർഷമെങ്കിലും അവിടെ നിന്ന് ആ ജില്ലയിൽ നിന്നാൽ മാത്രമേ നമുക്ക് മറ്റു ജില്ലയിലേക്ക് മാറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഹിൽ ട്രാക്ക് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് പിന്നെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത് ഏത് ജില്ലയാണോ അതായിരിക്കും ടീച്ചർ ബെറ്റർ ഓപ്ഷൻ ആയിട്ട് എടുക്കേണ്ടത്. ടീച്ചറിന് മലപ്പുറം അല്ലേ പിന്നെ അടുത്ത്? എറണാകുളം കഴിഞ്ഞ് തൃശ്ശൂരുണ്ടോ? തൃശ്ശൂരില്ല, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂരില്ലേ? മലപ്പുറം എടുക്കണം ടീച്ചറെ. മത്സരം നോക്കണ്ട, മലപ്പുറം തന്നെ എടുക്കണം. ഓക്കെ. ഓക്കെ ടീച്ചർ. സർ, പാലക്കാട് ജില്ലയിലെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? വേക്കൻസി ഉണ്ടാവോ? ഞാൻ പാലക്കാട് ജില്ലയാണ്. അപ്പം പാലക്കാട് ജില്ലയാണോ മലപ്പുറത്താണോ കൊടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനില് ഒക്കെയാണ്. ടീച്ചർ പാലക്കാടാണെങ്കിലേ ഇപ്പൊ നമ്മൾ ഇത് മാത്രം ആലോചിച്ചാൽ മതി. എനിക്ക് കയറാൻ ഒരു വേക്കൻറ്റ് എപ്പോഴും നമ്മൾ പോസിബിളായിട്ട് ചിന്തിക്കുക. പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പാലക്കാട്ടുകാരി ആയതുകൊണ്ട് പാലക്കാട് നിന്ന് വർക്ക് ചെയ്യാനും അവിടെ വേക്കൻറ്റ് സെറ്റ് ചെയ്യാനൊക്കെ പോകാനും വരാനും നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. മലപ്പുറത്ത് പോയി നിങ്ങൾ വേക്കൻറ്റ് സെറ്റ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ സമയം വർക്ക് ചെയ്യാനും വേക്കൻറ്റ് സെറ്റ് ചെയ്യാനും ഇവിടെ പാലക്കാട് പറ്റും. അപ്പൊ നമ്മൾ ഒന്ന് അന്വേഷിക്കുക. അന്വേഷിച്ചിട്ട് നിങ്ങളുടെ പാലക്കാട് തന്നെ പരമാവധി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് പിന്നെ പഠിക്കുക. കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ലിസ്റ്റ് വരാൻ വേണ്ടി എത്രത്തോളം പരിശ്രമിക്കാൻ പറ്റുമോ അതുപോലെ പരിശ്രമിക്കുക. സാർ ഒരു സംശയം ചോദിച്ചോളൂ സാറേ. സാർ, എന്റെ പേര് ഷഹീദ് എന്നാണ്. ഞാൻ കാസർഗോഡ് നിന്നാണ്. അപ്പോ ഞാൻ സംശയം ചോദിക്കാൻ വന്നത്, ഞാനൊരു സ്പെഷ്യൽ റിസർവേഷനും കൂടി ഉള്ള കാറ്റഗറിയിൽ പെട്ടതാണ്. അതെ. അപ്പോ ഇപ്പൊ അപ്ലൈ ചെയ്യുന്നുണ്ട് PSCയുടെ. അപ്പൊ ചെയ്യുന്ന സമയത്ത് ഞാൻ ഏത് രീതിയിലാണ് ഈ ജില്ല ഓപ്റ്റ് ചെയ്യേണ്ടത്, അതിന്റെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടൊരു ഐഡിയ ഇല്ല. സാറേ, നിങ്ങളുടെ എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ വേക്കനാണ് PH. നിങ്ങൾ PH ഏത് വിഭാഗത്തിൽ വരും? ആണ് അത്. ലോക്കോമോട്ടോ 4ാമത്തെ വേക്കന്റ് ആണ്. ലോക്കോമോട്ടോ 4ാമത്തെ വേക്കന്റ് ആണ്. ആദ്യം നിങ്ങളുടെ ലിസ്റ്റില് ആദ്യത്തെ ആൾ ഫസ്റ്റ് ഹിയർ ഇംപേർഡിനാണ് എന്ത് ചെയ്യുന്നത്, അല്ല ലോ വിഷൻ ആണ് ആദ്യത്തെ വേക്കന്റ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ വേക്കന്റ് കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞ 33ാമത്തെ വേക്കന്റ് ഹിയർ ഇംപേർഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യും? ലോ വിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് ഹിയർ ഇംപേർഡിന് കൊടുക്കും. അടുത്ത 33 വരെപ്പോഴ് ലോക്കോമോട്ടർ. ഇനി ഇവരില്ലെങ്കിൽ, മേൽ പറഞ്ഞ ആൾക്കാരില്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആർക്ക് കിട്ടും? നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ? ആദ്യത്തെ വേക്കന്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സപ്ലിയിൽ പെട്ടാൽ പോലും. മെയിൻ ലിസ്റ്റിൽ പെട്ടാൽ ഇതൊന്നും സംവരണത്തിന്റെ ഒന്നും ആവശ്യമില്ല.
നിങ്ങൾ കയറിപ്പോവും. ഇനി സപ്ലിയിലാണ് നിങ്ങൾ വന്ന് വീണെങ്കിൽ അപ്പൊ അങ്ങനെ നിങ്ങൾ സ്വന്തം ജില്ല ഏതാണ് ടീച്ചർ സാറേ? എന്റേത് കാസർഗോഡ് തളങ്കരയാണ്. കാസർഗോഡ് കൊടുത്താൽ മതി നിങ്ങൾ. കാസർഗോഡ് ഇപ്പൊ ഇത് ഒഴിവുണ്ടല്ല, ഇത് വിളിച്ചിട്ടുണ്ടോ? കാസർഗോഡ് ഏതാണപ്പോ? LP വിളിച്ചിട്ടുണ്ടോ കാസർഗോഡ്? അത് ഇല്ല, ഇല്ല, കണ്ണൂരാണല്ല. അപ്പൊ സാറ് കണ്ണൂരോ മലപ്പുറം ഓപ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് വരാൻ എളുപ്പം ഏതാണ്, കണ്ണൂരാണോ മലപ്പുറമാണോ? വരാൻ ഡിസ്റ്റൻസ് നമ്മളുടെ ട്രാവലിംഗ് ഒക്കെ നോക്കുമ്പോ കണ്ണൂരാണ്. അപ്പൊ കണ്ണൂർ കൊടുക്കണം സാറേ. ഇപ്പൊ കണ്ണൂർ അല്ലെങ്കിൽ നിങ്ങൾ മലപ്പുറം ഓപ്റ്റ് ചെയ്യണം. കാര്യം കൂടുതൽ വേക്കന്റ് മലപ്പുറം വരും. കൂടുതൽ വേക്കന്റ് എന്ന് ഉദ്ദേശിച്ചത് ഈ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 1:33 എന്നൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ സംഭരണത്തിന്റെ തസ്തികയിൽ കൂടുതൽ അഡ്വൈസ് നടക്കുന്നതിലേക്ക് എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. പക്ഷെ നിങ്ങൾ സ്വന്തം ജില്ല ഉണ്ടെങ്കിൽ അതാണ്. പിന്നെ കണ്ണൂരായാലും നിങ്ങൾ മലപ്പുറം ആയാലും രണ്ടായാലും അവിടെ പോയി നിന്ന് താമസിച്ച് ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ. അതങ്ങനെ തന്നെ പറ്റുള്ളൂ, പോയി വരാൻ പറ്റൂലല്ലോ. അപ്പം നിങ്ങൾ മലപ്പുറമോ കണ്ണൂരോ ഓപ്റ്റ് ചെയ്യണം. പിന്നെ പരമാവധി മാർക്ക് നേടിക്കഴിഞ്ഞാല് ഇതില് ഇപ്പം നമ്മളിപ്പോ ഇതുണ്ടല്ലോ, ഇപ്പൊ ഈ ലിസ്റ്റിൽ ഒന്നാമത് കയറി വന്നു കഴിഞ്ഞാല് അതുപോലെ വേറെ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 10ത്തെ നിയമനം തന്നെ കിട്ടും. 1ാം റാങ്കുകാരന് കിട്ടുന്നേക്കാൾ മുമ്പ് നിയമനം കിട്ടും. ശരി, താങ്ക് യു ആമീൻ. സാറേ കേൾക്കാവോ? പറഞ്ഞോളൂ സാർ. ഒരു ലഭ്യത കുറവ് മൂലം നമുക്ക് അടുത്ത ഒരാളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ തന്നെ നമുക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വന്ന ആ ടീച്ചറും കൂടെ ചോദിച്ചോളൂ സാറേ. ഓക്കെ. ഞാൻ വന്ന് ചോദിച്ച ആളും കൂടെ ചോദിച്ചോളൂ. എന്നിട്ട് ചോദിച്ചോളൂ ടീച്ചറെ. ഏതൊരു ടീച്ചർ ചോദിച്ചല്ലോ. സാറേ, പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് എയ്ഡഡ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന യുക്തിഫുൾ വർക്ക് ചെയ്യുന്ന ഒരാള് ഇപ്പം PhD അപ്ലൈ ചെയ്ത് കയറുന്നതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 10 വർഷത്തെ സർവീസും നിങ്ങൾ പ്രവേശനം ഡിക്ലെയർ ചെയ്തതിനു ശേഷം ഗ്രേഡിനും ഇൻക്രിമെന്റിനും പരിഗണിക്കും. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് 35,600 നിങ്ങളുടെ ശമ്പളം സ്റ്റാർട്ട് ചെയ്യും. പ്ലസ് പ്രവേശനം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർവീസ് ആഡ് ചെയ്ത് നിങ്ങൾ ഹയർ ഗ്രേഡിലേക്ക് മാറും. പിന്നെ സാലറി പഴയതിൽ തന്നെ വെച്ച് തുടങ്ങണം. സാലറി പ്രൊട്ടക്ട് ചെയ്തില്ല. 35,600 സ്റ്റാർട്ട് ചെയ്യും. പകരം സർവീസ് പ്രവേശന ഡിക്ലറേഷൻ ആഡ് ചെയ്ത് കിട്ടും. നഷ്ടമൊന്നുമില്ല. നിങ്ങളെ എയ്ഡഡിനെ സംബന്ധിച്ചിടത്തോളം ആ വേക്കന്റ് എപ്പോഴും റിസ്ക് ആണല്ല. റിസ്ക് അല്ലേ? പ്രൊമോഷൻ സാധ്യത കൂടുതലുണ്ട്. അതെ, നിങ്ങൾ ആ സ്കൂളിന്റെ സാഹചര്യം വിലയിരുത്തി ചെയ്യുക. ആ വേക്കന്റ് നിലനിൽക്കുന്ന വേക്കന്റ് ആണ്, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് ബെറ്റർ. കാര്യം നിങ്ങളെ സംബന്ധിച്ചോളം ബേസിക് പേ കൂടുതൽ, പെൻഷൻ ഒക്കെ പരിഗണിക്കുമ്പോൾ അതായിരിക്കും ബെറ്റർ. ഇനി ആ കുട്ടികളുടെ എണ്ണം കുറവും ഭാവിയിൽ റിസ്ക് ഉള്ള പോസ്റ്റ് ആണെങ്കിൽ ഊരി വരികയാണ് നിങ്ങളെ സംബന്ധിച്ചോളം ബെറ്റർ. ഊരി വന്നാലും നഷ്ടം വരുന്നില്ല. 2014 ആയതുകൊണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ. പ്രൊട്ടക്ഷൻ ഉണ്ട്. പ്രൊട്ടക്ഷൻ ഉണ്ടായാലും നിങ്ങൾ BRC പോയി പണിയെടുക്കണ്ടേ? അതാണ്. ശരി. സാർ, ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ? അതെ, ഞാൻ 2019 പ്രിലിമിനറി കഴിഞ്ഞ ആളാണ്. അതിനുശേഷം കേട്ടറ്റ് നേടുകയും ചെയ്തു. അപ്പോ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കൂലേ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഏത് ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുക?
നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ എക്സംഷൻ ഉള്ളതാണ്. 19 മുമ്പ് കേട്ടിട്ട് പാസ്സായത് അല്ലെ, ഈ അസുലമ്മ പാസ്സായതിന് നിങ്ങൾക്ക് കൊടുക്കാം. നമ്മൾ ഓപ്ഷന് കൊടുക്കുമ്പോ ഏതാ കൊടുക്കേണ്ടി വരിക? ഇപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ലേ അസുലമ്മ? അതിൽ അങ്ങനെ ഒരു ഓപ്ഷന് പ്രത്യേകമായിട്ടൊന്നും കണ്ടിട്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ തുല്യത കൊടുക്കണം, തുല്യത. ഈക്വൽ ഉണ്ടല്ലോ, ഈക്വൽ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഈക്വൽ കൊടുക്കണമെന്ന്. ഈക്വൽ കൊടുത്ത് കയറിയാൽ മതി. ഇപ്പോഴത്തെ ഓക്കെ സാർ, DL ഈക്വൽ കൊടുത്ത് കയറിയാൽ മതി. ഓക്കെ, താങ്ക് യു. സാറ് ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ സാറേ, പെട്ടെന്ന്. സാറ് എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്താൽ അത് ഗവൺമെന്റിക്ക് സർവീസ് ആഡ് ചെയ്യുന്ന സാറ് പറഞ്ഞത്? അതെ. ഓക്കെ ഓക്കെ, ശരി. അത് ഗ്രേഡിന് ഇൻക്രിമെന്റിനാണ്, ഗ്രേഡിന്. ഓക്കെ ഓക്കെ. പക്ഷെ ഇനി നമ്മൾ ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, നമുക്ക് പിന്നെ 5-6 കൊല്ലം കൊണ്ട് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു. മലപ്പുറത്ത് എൻ്റെ സ്ഥലം. ഞാൻ മലപ്പുറത്ത് എന്ത് ചെയ്തു, വീണ്ടും ഒരു LP കയറിയാല് എൻ്റെ ഇവിടെ നിന്നുള്ള സർവീസും എൻ്റെ പിന്നെ ബേസിക് പേ എല്ലാം പ്രൊട്ടക്ട് ചെയ്ത് കിട്ടും. അതുപോലെ മറ്റ് സർവീസിൽ നിന്ന് വന്നാലും, ഗവൺമെന്റിന്റെ പോലീസിൽ നിന്നോ മറ്റ് സർവീസിൽ നിന്ന് വന്നാലും ശമ്പളം പ്രൊട്ടക്ട് ചെയ്ത് കിട്ടും. സാറേ, അടുത്ത ആളിനെ വിളിച്ച് എടുത്തോളൂ. ഓക്കെ ഇൻഷാല്ലാ. അപ്പോ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സാറ് നമ്മളോട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അല്ലാഹുതആല സാറിന്റെ ഒരു സമയം അല്ലാഹുതആല അർഹമായ പ്രതിഫലം നൽകട്ടെ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു മിനിറ്റ്, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു സാറ് പറഞ്ഞു തന്നത്. അപ്പോൾ അത് നമുക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ ജില്ല തിരഞ്ഞെടുക്കാനുള്ളതാണെന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി 2 സെഷൻ കൂടിയാണ് ബാക്കിയുള്ളത്. ഒന്ന് നമ്മുടെ ജംഷാദ് സാറിന്റെ ക്ലാസ്സും അതേപോലെ തന്നെ ഋതു ടീച്ചറിന്റെ ക്ലാസ് ആണ്. ജംഷാദ് സാറ് ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് എടുക്കും. അതിനു മുമ്പ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് GK എന്ന് പറയും അല്ലെ. GK എന്തു പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്കൊന്നും ഒരു ധാരണ ഇല്ലാത്തവരുണ്ട്. സിലബസ് കണ്ട് എന്താണ് പഠിക്കേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും അറിയാത്തവരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഭാഗങ്ങൾ ഒന്നും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ അടുത്തതായിട്ട് വന്ന ഋതു ടീച്ചറാണ്. ഋതു ടീച്ചറിനെ ഒരു പക്ഷേ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഋതു ടീച്ചറിന്റെ ഞാൻ ഫഖർ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല, എങ്കിലും പറയാം, ഋതു ടീച്ചറിന്റെ ക്ലാസ് കേട്ടിട്ട് ഋതു ടീച്ചറിന്റെ ഫാനായി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെയൊക്കെ എനിക്കറിയാം കേട്ടോ. അത്രയേറെ ഗംഭീരമായി കൊണ്ട് ടീച്ചർ നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. അല്ലാഹു തആല അവരുടെ അറിവിൽ ബർക്കത്ത് കൊടുക്കട്ടെ, ആമീൻ. അപ്പൊ ഋതു ടീച്ചറിനെ ഞാൻ ഈ ഒരു സെഷനിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ടീച്ചറെ. കേൾക്കാൻ പറ്റുന്നുണ്ട്, കേൾക്കുന്നുണ്ട് ടീച്ചറെ, കേൾക്കുന്നുണ്ട്. മറ്റേതിന്റെ അകത്ത് ടീച്ചർ ഓക്കെയാണ്. ഓക്കെ ടീച്ചർ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിനു മുമ്പ് എങ്ങനെയാണ് എക്സാമിന് വേണ്ടി സ്ക്രീന് ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ലേ? ക്ലിയർ ആവുന്നില്ല. ഫുൾ ക്ലിയർ ആയിട്ടില്ല സ്ക്രീന്. സംതിങ് റോങ്. ഇഷ്യൂസ് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ പരീക്ഷ എങ്ങനെ നേരിടണം അല്ലെങ്കിൽ എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയി അല്ലേ?
അപ്പോ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം, നമ്മളിത് ടെൻഷൻ ഇരിക്കേണ്ട ആവശ്യമില്ല, ഒരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല അല്ലെ. അപ്പോ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പഠി എന്ന് പറയുന്നത്, നമ്മുടെ സിലബസിനെ നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ പരീക്ഷയിലേക്ക് പുതിയതായിട്ട് തയ്യാറെടുക്കുന്ന ഒരാളും അല്ലെങ്കിൽ പരീക്ഷയിൽ ഏകദേശം പഠിച്ചു നിൽക്കുവാണ്, ഇനി നമുക്ക് എക്സാം അടുത്ത് വരാനായി എന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾ, ഈ രണ്ടുപേരും സിലബസിൽ നോക്കി കാണേണ്ടത് രണ്ട് രീതിയിലാണെന്ന് ഞാൻ പറയാം. അതായത് ഇപ്പോ സിലബസ് നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ സമയമുണ്ട്, നമ്മുടെ നോട്ടിഫിക്കേഷന് ഒക്കെ വന്നു അയച്ചിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ടോപ്പിക്കായിട്ട് എടുത്ത് ആ ഭാഗത്ത് നിന്ന് സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിച്ചു പോകാം. അതേസമയം എക്സാമിന് കുറച്ച് സമയമുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ അനുസരിച്ച് പഠിക്കണം. അതായത് അവിടെ മാർക്ക് ഉണ്ടാവും, നേരത്തെ PYQs നമ്മൾ എടുത്തു നോക്കുക. അതിനകത്ത് ഉദാഹരണത്തിന് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് അവിടെ നമുക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാലും ഏതൊരു ചോദ്യപേപ്പർ നോക്കിയാലും 5ൽ കൂടുതൽ അല്ലെങ്കിൽ 6ൽ കൂടുതൽ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കാണാം അല്ലെ. ഏകദേശം 10 മാർക്കിന്റെ ചോദിച്ച ചോദ്യപേപ്പറുകൾ ഉണ്ട് കാണാം. നമുക്ക് മനസ്സിലായി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങളുണ്ട്. അതിൽ തന്നെ ഉദാഹരണത്തിൽ നമ്മൾ പറയാൻ പോയാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം, അതൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് അല്ലെ. ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഇങ്ങനെയുള്ളതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി സമയം കളഞ്ഞാലും അതിനനുസരിച്ച് റിട്ടേൺ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ രണ്ട് തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യണം, രണ്ട് തരത്തിൽ വേണം സിലബസിനെ നോക്കി കാണാൻ. അപ്പൊ എത്ര തന്നെ നമ്മൾ ക്ലാസ് കണ്ടു അല്ലെങ്കിൽ എത്ര തന്നെ നമ്മൾ ജിക്കയും കാര്യങ്ങളൊക്കെ അയച്ചു കലക്കി കുടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിലബസിനെ കുറിച്ചും ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യ രീതിയെ കുറിച്ചും നല്ലൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് നല്ല ഐഡിയയിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം എന്താ, PSC എന്താ ടീച്ചറെ നമുക്ക് ഒരു ലിങ്ക് തന്നെ യൂസ് ചെയ്യാന്ന് കരുതുന്നു. കാരണം മറ്റേ ലിങ്കില് വളരെ ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ടീച്ചർ മറ്റേന്ന് ലെഫ്റ്റ് അടിച്ചോട്ടോ, ഒരു ലിങ്കിൽ യൂസ് ചെയ്താൽ മതിയോ? കേൾക്കുന്നില്ല. ടീച്ചർ ഇപ്പം റെക്കോർഡ് ചെയ്യുന്ന ഒരു ലിങ്കില്ലേ, ആ ലിങ്കിലേക്ക് മാത്രം ഒതുങ്ങിയാൽ മതിയാവും. ഞാൻ അവരോട് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ പറയാം. ഓക്കെ. രണ്ടാമത്തെ ലിങ്ക് യൂസ് ചെയ്യണ്ട. ഇവിടെ തുറന്നോളൂ കേട്ടോ ടീച്ചറെ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് എങ്ങനെയാണ്, സിലബസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ വേണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നിങ്ങളിൽ പല ആളുകളും ഇതിനു മുമ്പ് ഇഷ്ടംപോലെ പരീക്ഷയൊക്കെ എഴുതിയ ആളുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ചിലപ്പോൾ ആദ്യമായിട്ടോ അല്ലെങ്കിൽ രണ്ടാമതായിട്ടോ ഒക്കെ വളരെ ഫ്രഷായിട്ട് തുറന്നവരുണ്ടാവും. അത് തന്നെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിലബസിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പരീക്ഷയെ സമീപിക്കാം അല്ലെ. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വരുന്ന ഭാഗങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ വളരെ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോകാം. അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ. എന്താണ് ജനറൽ നോളജ്, കറണ്ട് അഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം, അവിടെ നിന്നും മൊത്തത്തിൽ 20 മാർക്കിനാണ് ചോദിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കുള്ള പരീക്ഷ എന്ന് പറയുന്നത് ഒരു പ്രിലിംസ് പരീക്ഷയായിരുന്നു, ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ മതി, ഇത്ര മാർക്ക് നമുക്ക് മതി എന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നു, കുറച്ചധികം ടോപ്പിക്ക് മാത്രം എടുത്തിട്ട് സൗണ്ട് ഓക്കെ അല്ലേ ഇപ്പൊ? സൗണ്ട് ഓക്കെ ആയിട്ടുണ്ടോ, ശരിയാവുന്നുണ്ടോ?
ഓക്കെയാണ് ടീച്ചർ, ഓക്കെയാണ്, 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 ഓക്കെ, രണ്ടും ഓക്കെയാണ്, ഇതും ഓക്കെയാണ്. യെസ്. അപ്പോ എന്താണ് എക്സാമിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയാണ് നമുക്ക് വേണ്ടത് അല്ലെ. സിലബസിന്റെ ഒരു ധാരണ വേണം. ജനറൽ നോളേജ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നും 20 മാർക്കിന് ചോദ്യം ചോദിക്കും എന്ന് PSC കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിലെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രിലിംസ് പരീക്ഷയായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത മാർക്ക് വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ ഏകദേശം ഈ പരീക്ഷയുടെ നിലവാരം എന്താണ്, ആ നിലവാരത്തിനനുസരിച്ച് ഒരു മാർക്ക് വാങ്ങിച്ചാൽ മതി എന്ന് നമുക്ക് കരുതാം. പക്ഷേ ഇതൊരു മെയിൻസ് പരീക്ഷയാണ്, അല്ലെങ്കിൽ റാങ്ക് വരുന്ന ഒരു എക്സാം ആണ് അല്ലെ. അപ്പൊ ഒരു മാർക്കും അല്ലെങ്കിൽ ഒരു ടോപ്പിക്കും നമുക്ക് ഒഴിവാക്കാനില്ല. അത് മാത്രമല്ല, ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും നിങ്ങളോട് പറയാറുള്ള ഒരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ജനറൽ PSC അപേക്ഷിച്ച് നിങ്ങളുടെ GK പാർട്ട് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് അല്ലെ. അപ്പൊ നിങ്ങളൊക്കെ ടീച്ചർമാരാവാൻ പോകുന്നവരാണ്. നിങ്ങൾ എന്നെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ കുറച്ച് ഭാഗത്ത് നിന്ന് 20 മാർക്കിന് ചോദ്യം ചോദിക്കും. അപ്പൊ എങ്ങനെ ഇരിക്കും? ആ ചോദ്യങ്ങൾ വളരെ ഡീപ്പ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, മുൻപത്തെ PSC പരീക്ഷ അപേക്ഷിച്ച് ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, അങ്ങനെ പല തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പരീക്ഷ എഴുതി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എന്ത് വേണം? ഇപ്പൊ നമുക്ക് പണ്ട് കാലത്തെ ഒരു PSC പരീക്ഷയിൽ ഇന്നൊരു കാര്യം ചെയ്ത്, ഉദാഹരണത്തിന് വൈകുണ്ഠസ്വാമി ജനിച്ച വർഷം എന്ന് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മാർക്കിനുള്ള ചോദ്യമായി. പക്ഷെ ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കഥ, അല്ലെങ്കിൽ ഇയാൾ ജീവിച്ച രീതി, അല്ലെങ്കിൽ അയാൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം. അതിനൊരു ഫ്ലോ വേണം അല്ലെ. ഒരു കഥ പഠിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഗദ്യം വായിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി പോകണം, പോയിന്റ് ആയിട്ട് പഠിക്കാതെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാലും അതിനകത്ത് ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ക്യാൻസലൊക്കെ ചെയ്ത് കളഞ്ഞ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ആദ്യമായിട്ട് പറയുന്നത്. അതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് സാലിയൻ ഫീച്ചേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത, പിന്നെ പ്രിയാമ്പിൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഞാൻ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന്. അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇത്രയും ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് കടന്നു. ഇത് കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രസിഡന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനായിട്ട് പറ്റും. പിന്നെന്താണ്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. ഈ പറയുന്ന സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ പോലെയുള്ള ടോപ്പിക്കുകളിൽ നിന്നും എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് വളരെയധികം സാധ്യതയുള്ള ഭാഗങ്ങളാണ്. അതായത് എന്താ പറയാ, ഇപ്പോഴത്തെ PSC പൊതുവെ നടത്തുന്ന ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് നമുക്ക് ഫാക്ടുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോജിക്ക് വെച്ച് ഉത്തരം എഴുതാൻ പറ്റുന്ന പോലത്തെ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാക്കാം. അതായത് ഇപ്പൊ പ്രസിഡന്റിന്റെ ഒരു അധികാര പരിധിയെ കുറിച്ചുള്ള ഒരു ചോദ്യമായിരിക്കും. അപ്പൊ നമുക്കൊരു ലോജിക്ക് ഉണ്ട് അല്ലെ. ഓക്കെ, പ്രസിഡന്റ് ഇങ്ങനെ ആയിരിക്കും, ഇതിന്നതൊക്കെയാണ് അദ്ദേഹത്തിന്റെ അധികാര പരിധി, അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചെയ്യില്ല. അങ്ങനത്തെ ഒരു ലോജിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വെട്ടിക്കളഞ്ഞ് ഉത്തരത്തിൽ എത്താൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ. ഇങ്ങനെ 2 തരം സ്റ്റേറ്റ്മെന്റുകളും ഇപ്പൊ ചോദിക്കാറുണ്ട്. അപ്പോ എന്താണ്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ പറഞ്ഞ പോലെ ലോജിക്ക് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗമാണ് ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ ഇങ്ങനെയുള്ള ഭാഗങ്ങളെയൊക്കെ കുറിച്ച് പറയുന്നത്. നമുക്ക് 2 സ്റ്റേറ്റുകൾ തമ്മിലൊരു തർക്കമുണ്ട്. ആ തർക്കത്തെ പരിഹരിക്കാനായിട്ട് സെൻട്രൽ ഇടപെടുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, അവരുടെ അധികാരം എന്ത് തരം അധികാരമാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ എന്താ പറയാ കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ടുള്ള നോളേജ് ആവശ്യപ്പെടുന്ന ഒരു ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നെന്താണ്, പൊതുവെ ചോദിക്കുന്ന എമർജൻസി പ്രൊവിഷൻസ്, അത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. കറണ്ട് അഫയേഴ്സിലും നമുക്കറിയാം 50 വർഷമായി എമർജൻസി എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ഭാഗം തന്നെയായിട്ട് വരുന്നുണ്ട്. പിന്നെ അമെൻമെന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി, അതേപോലെ തന്നെ UPSC, പബ്ലിക് സ്റ്റേറ്റ് സർവീസ്, ഇങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും വന്നു. ഇവിടെ നിന്നും 5ന് മുകളിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 5, 7, 10 എന്നിങ്ങനെ പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ പോയി കഴിഞ്ഞാലും എന്താണ്, 5 മാർക്കിൽ കൂടുതൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെന്ത് പറഞ്ഞു, സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഭാഗത്തിന്റെ ഒരു പ്രത്യേകത
ഇവിടെ നമ്മൾ സിലബസ് നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ ആ സിലബസിനകത്ത് എന്താ പറഞ്ഞ നമ്മളോട് ജനറൽ നോളജും ഉണ്ട്, അതിന്റെ കൂടെ കറണ്ട് അഫയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഈ കറണ്ട് അഫയേഴ്സ് ഏറ്റവും കൂടുതൽ കയറി വരാൻ സാധ്യതയുള്ള ഭാഗമാണ് ഈ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് അല്ലെ. കാരണം സ്ഥിരമായിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ എടുത്ത് എങ്ങനെ കറണ്ട് അഫയർ തപ്പിയാലും അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്ഷേമ പദ്ധതി അല്ലെങ്കിൽ ഒരു ഇന്നൊരു സംഭവം സാമൂഹ്യ സുരക്ഷാ വകുപ്പ് ആരംഭിച്ചു, ആ പദ്ധതിയുടെ പേര് ഇന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പഠിക്കാറുണ്ട്. അത്തരം കറണ്ട് അഫെയർ കയറി വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണിത്. അപ്പൊ ഈ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കറണ്ട് അഫെയർ കൂടെ അപ്ഡേറ്റഡ് ആക്കിയാലേ ഈ ടോപ്പിക്ക് മുഴുവൻ പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് സോഷ്യൽ സർവീസ് ലെജിസ്ലേഷൻ ടു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് RTI എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ചുള്ള ആ ഒരു അട്രോസിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം തന്നെ നിലവിലുണ്ട്. ആ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പുതിയ സ്ഥിതിഗതികൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, എൻവയോൺമെന്റൽ ആക്ട്, അതേപോലെ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്, അതുപോലെ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ കുറെ അധികം എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, അതേപോലെ തന്നെ നമ്മുടെ ലേബറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറെ പ്രോഗ്രാം, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വോയിസ് ബ്രേക്ക് ഉണ്ട് കേട്ടോ ടീച്ചർ, അവസാനം പറഞ്ഞ ഭാഗം കേട്ടിട്ടില്ല. ഓക്കെ, സൗണ്ട് ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണ് ടീച്ചർ, ഇപ്പൊ ഓക്കെ. ഓക്കെ, നമ്മൾ പറഞ്ഞത് എന്താണ്, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗവും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വരുന്നതാണ് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി വരുന്നത് എന്താണ്, റെനൈസൻസ് ഇൻ കേരള ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്നുള്ള ഭാഗമാണ്. അപ്പൊ ഇതിൽ നിന്നും ഒരു പൊതുവെ നമുക്ക് 4 മാർക്ക് 5 മാർക്ക് ഇത്രയുമൊക്കെയാണ് മാക്സിമം ചോദിച്ചു കാണാറുള്ളത്. പക്ഷെ ഈ മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 1 മാർക്ക് പോലും വിട്ട് കളയാനില്ല. നമുക്ക് ഒരു റാങ്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കണം അല്ലെ. അപ്പൊ എന്താണ്, ഈ ഒരു ഭാഗത്ത് നിന്ന് 3ഓ 4ഓ മാർക്കിനാണ് പൊതുവെ ചോദിക്കുന്നതെങ്കിലും വലിയ കുറെ അധികം ടോപ്പിക്കുകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അതായത് ഇന്ന ഒരുപാട് ആളുകളെ നമുക്ക് പഠിക്കാനുണ്ട്, അതായത് കുറെ അധികം സാമൂഹിക നേതാക്കളെ നമുക്ക് പഠിക്കാനുണ്ട്, അവർ ചെയ്ത കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആ ഭാഗത്ത് നിന്ന് ചോദിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നിന്നും വളരെയധികം ആഴത്തിൽ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരു പോയിന്റും നമുക്ക് ഒമിറ്റ് ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുള്ള ഭാഗമാണിത് എന്ന് പറയുന്നത്. അപ്പോൾ ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെ നമുക്ക് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പത്രങ്ങൾ അല്ലെങ്കിൽ കുറേയധികം സാംസ്കാരിക പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിനൈസൻസ് നമുക്ക് ആദ്യമായിട്ട് കാണാം അല്ലെ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ പ്രത്യേകത, അതേപോലെ മിഷണറി മൂവ്മെന്റുകൾ, അവരുടെ ഓർഗനൈസേഷനുകൾ, അതേപോലെ തന്നെ CMS പ്രസ് സ്ഥാപിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ പിന്നെ വരികയാണെങ്കിൽ പിന്നെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവിടെ നിന്നും എന്താണ്, ഒന്ന് സോഷ്യോ റിലീജിയസ് റിഫോം മൊമെന്റും പിന്നെ ഉള്ളത് സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്സും. ഇതിനകത്ത് ഈ സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും എന്താണ്, നമുക്ക് കുറെ സംഘടനകൾ അല്ലെങ്കിൽ നവോത്ഥാന നേതാക്കൾ ഇവരുടെയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതേസമയം സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, നമ്മുടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള കുറേയധികം പ്രക്ഷോഭങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതായത് ദേശീയ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ, അത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോ ആദ്യത്തെ ഭാഗത്ത് നിന്ന് നമുക്ക് SNDP, NSS, യോഗക്ഷേമ സഭ, ഇങ്ങനെയുള്ള ആ കുറേയധികം നവോത്ഥാന സംഘടനകളുണ്ട് അല്ലെ, കുറേയധികം ഓർഗനൈസേഷനുകളുണ്ട്. ആ ഓർഗനൈസേഷനുകളെല്ലാം വരുന്ന എവിടെയാണ്, ഈ ആദ്യത്തെ ഭാഗത്തു നിന്നാണ്. അപ്പൊ ഇവിടെയുള്ള വേറൊരു സംഭവം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നിന്നും ഈ പറയുന്ന സംഘടനകളെല്ലാം സ്ഥാപിച്ചിട്ടുള്ള ആളുകളുണ്ട് അല്ലെ, അവരവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കുറേയധികം സംഭവങ്ങളും ഉണ്ട്. അതെല്ലാം ഈ ഭാഗത്ത് നമുക്ക് കയറി ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ചോദിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ പോലും ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാവാം
അല്ലെങ്കിൽ ഈ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാവാം. ഈ രണ്ടിൽ നിന്ന് എവിടെ നിന്നുമാണെങ്കിലും ഈ നമ്മുടെ നവോത്ഥാന നേതാക്കൾ എഴുതിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടല്ലേ, അവരുടെ സാഹിത്യ പ്രസ്ഥാനങ്ങള്, അല്ലെങ്കിൽ അവര് സ്ഥാപിച്ചിട്ടുള്ള, അവർ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങള്, ഇത്തരത്തില് അവരെഴുതിയിട്ടുള്ള ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളും എന്ത് ചെയ്യും, ചോദ്യം ചോദിക്കും. അപ്പൊ ഇത് രണ്ട് ഭാഗത്തു നിന്ന് കവറായി, രണ്ട് ടോപ്പിക്കിനകത്തും എന്ത് ചെയ്തു, ഇത് കവറാവും എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെയുള്ളത് ഞാൻ പറഞ്ഞു എന്താണ്, ദേശീയ പ്രസ്ഥാനങ്ങളാണ് അല്ലെ. അതായത് മാറുമറക്കൽ സമരം, അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം എവിടെ വരുന്നുണ്ട്, രണ്ടാമത്തെ ബി പാർട്ടിനകത്ത് സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ചോദ്യം ചോദിക്കുന്നുണ്ട്. പിന്നെന്തായി, പിന്നെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് റെനൈസൻസിലെ പ്രസിന്റെ സ്വാധീനമാണ്. ഇവിടെ നിന്ന് നമുക്ക് കുറേയധികം പത്രങ്ങൾ അല്ലെങ്കിൽ മാസികകൾ, ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കുറേയധികം പത്രങ്ങൾ അത് ആര് സ്ഥാപിച്ചു, അല്ലെങ്കിൽ അത് സമൂഹത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം എന്താണ്, ഏത് വർഷത്തിൽ തുടങ്ങി, ഇങ്ങനെയുള്ള വളരെ ഫാക്ച്വൽ ആയ കാര്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് പഠിച്ചു പോകാനായിട്ടുള്ളത് ഈ ഒരു ടോപ്പിക്കിൽ. അടുത്തത് ലിറ്ററേച്ചർ. ഇപ്പൊ ലിറ്ററേച്ചർ എന്ന് പറയുന്ന കാണുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കാം കുറച്ച് എഴുതിയിട്ടുള്ളൂ അല്ലെ, നമ്മുടെ നോവല്, ഡ്രാമ, പോയട്രി ഒക്കെ വന്നിട്ടുള്ളൂ. പക്ഷെ ഈ ഭാഗത്ത് നിന്ന് എന്തും കൂടെ ചോദിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നവോത്ഥാന നേതാക്കളെ എന്തെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വിമൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത, കൃത്യമായിട്ട് നമുക്ക് കുറേയധികം ആളുകളുടെ പേരുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അവര് ചെയ്തിട്ടുള്ള സാമൂഹിക പ്രവർത്തനങ്ങളുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള ടോപ്പിക്കിന്റെ അത്രയും വാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട, ഓരോ ആളുകളും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രം മതി. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടോപ്പിക്കിനെ സമീപിക്കാൻ പറ്റും. അപ്പൊ ഏകദേശം നമ്മൾ സിലബസിനെ മൊത്തത്തിൽ ഒന്ന് നോക്കി കഴിയുമ്പോൾ തന്നെ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഓരോരോ ആളുകളുടെയും പ്രയോറിറ്റികളുണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെ ഓരോ സ്ട്രെങ്ത്തുകളുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം, എനിക്ക് ഒരു സംഭവം കഥ പോലെ വായിച്ചു കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുതലാണ്, അല്ലെങ്കിൽ ഒരു കണക്റ്റിംഗ് ഫാക്ടർ ഉണ്ടെങ്കിലാണ് ഞാൻ നന്നായിട്ട് പഠിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാക്ച്വൽ അല്ലാതെ കുറേയധികം കണക്ഷനുകൾ ആവശ്യപ്പെടുന്ന തരം ചോദ്യങ്ങൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഭാഗങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. മറ്റുള്ളത് പഠിക്കേണ്ടതെന്നല്ല ഞാൻ പറയണേ, ആ രീതിയിൽ പഠിച്ചു പോവാം. ഇനി ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കുറെ പോയിന്റ് ആണെങ്കിലും ഞാനത് പഠിച്ചോളും എന്നുള്ളതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ പോലെ പ്രസിന്റെ ഭാഗം, അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ തന്നെ ഒരാൾ എഴുതിയിട്ടുള്ള ഒരുപാട് രചനകളുടെ ഭാഗം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ ഞാൻ എന്തായാലും ക്രാക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാം. അങ്ങനെ സിലബസിനെ നോക്കി കാണണം, അതേപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്നുള്ളതും കൂടെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, 20 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റിക് ടോപ്പിക്കുകൾ കൂടാതെ കറണ്ട് അഫെയർ എന്ന് പറയുന്ന ഭാഗം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിലും നമ്മൾ വളരെയധികം അപ്ഡേറ്റഡ് തന്നെ ആയിരിക്കണം, എന്നാലേ 20 മാർക്ക് മുഴുവനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ എന്നിരുന്നാലും ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ജനറൽ ഭാഗത്ത് നിന്നും GK എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് ഏകദേശം മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു സ്റ്റഫ് നിങ്ങളുടെ കയ്യിൽ ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ സിലബസിനെ കുറിച്ച് ഏകദേശം ഐഡിയ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് ഒരു ടെൻഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ എങ്ങനെ പരീക്ഷ നേരിടും, അയ്യോ ഞാൻ എന്ത് ചെയ്യും അവിടെ പോയിട്ട് എന്നുള്ള ടെൻഷൻ ഇല്ലാതെ ശ്രമിക്കുക. അപ്പൊ നേരത്തെ ഞാൻ കുറേ റെനൈസൻസ് അല്ലെങ്കിൽ റെനൈസൻസിന്റെ നേതാക്കൾ ഒക്കെ പറഞ്ഞു. അതിനകത്ത് ഇവിടെ ലീഡേഴ്സ് ഓഫ് റെനൈസൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് നമുക്ക് തന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പൊ ഈ ടോപ്പിക്കിനകത്ത് PSC നമ്മളോട് ചെയ്തിട്ടുള്ള ഒരു ഉപകാരം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ ആൾക്കാരുടെ പേരുകൾ കൃത്യമായിട്ട് എടുത്തവർ എഴുതി തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് നവോത്ഥാന നേതാക്കൾ എന്ന മൊത്തത്തിൽ നമ്മൾ പറയുന്നതിനെക്കാട്ടിലുപരി കുറെ ആൾക്കാരുടെ പേര് തന്ന സ്ഥിതിക്ക് നമുക്ക് ഇതിൽ ഓരോരുത്തരെയും നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു പോകാം. അതൊരു പ്ലസ് പോയിന്റ് ആണ്. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ അതേഴ്സ് എന്നൊരു പോയിന്റ് ഉണ്ടെങ്കിൽ പോലും ആദ്യം PSC കൃത്യമായിട്ട് പേര് തന്നിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എളുപ്പത്തിൽ നമുക്ക് മാർക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 തരത്തിലും പഠിക്കാം. ഫാക്ച്വൽ ആയിട്ടുള്ള ജനിച്ച വർഷം അല്ലെങ്കിൽ മരിച്ച വർഷം ചെയ്ത കാര്യങ്ങൾ, ഇങ്ങനെയുള്ളത് മാത്രം പഠിക്കാം. ഇങ്ങനെയുള്ളത് പഠിച്ചിട്ട് നമുക്ക് എന്താ ഒരു സ്റ്റോറി എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് ഇവരുടെ ജീവിതകാലത്തിലെ അവരുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഒരു സ്റ്റോറി പോലെ മനസ്സിലാക്കിയിട്ട് ഫാക്ടുകളെ ജസ്റ്റ് കോഡ് വെച്ച് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഇങ്ങനെ നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ടോപ്പിക്കിനെ നിങ്ങൾ എന്ത് ചെയ്യുക, സമീപിക്കുക എന്നുള്ളതാണ്. ഇനി ലിറ്റററി ഫിഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടോപ്പിക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഇതിനകത്ത് കൃത്യമായിട്ട് കുറേയധികം എഴുത്തുകാരുടെ പേരുകൾ നമുക്ക് എടുത്തു തന്നിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന എഴുത്തുകാര്, അവരുടെ രചനകള്, അതേപോലെ തന്നെ ഈ ഭാഗത്ത് നിന്നും നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് അഫെയറിൽ
അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അവരുടെ ഏതെങ്കിലും ഒരു രചനയെ കുറിച്ച് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളെ കുറച്ചും കൂടെ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ പഠിക്കാനായിട്ടും കൂടെ ശ്രമിക്കാം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോ 20 മാർക്കാണ് എന്ന് PSC പറഞ്ഞിട്ടുമുണ്ട്, കൃത്യമായിട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നമുക്ക് തന്നിട്ടുമുണ്ട്. ഇനി നമ്മൾ അതിനെ ആഴത്തിൽ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു മാർക്ക് നമുക്ക് വേസ്റ്റ് ചെയ്ത് കളയാനില്ല, കാരണം ഒരു റാങ്കിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ജനറൽ ഭാഗം കൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കുക, എന്നാലേ നമുക്കൊരു നല്ല മാർക്കിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഈ റാങ്ക് ലിസ്റ്റിന്റെ കുറച്ച് ബാക്കിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പോസ്റ്റ് എത്ര വരെ അഡ്വൈസ് ആയി എന്നുള്ളത് നോക്കിയിരിക്കുക എന്ന് പറയുന്ന ഒരു മെനക്കെട്ട പരിപാടിയാണ്. അപ്പൊ ആ പരിപാടിയിലേക്ക് പോകാതെ പെട്ടെന്ന് എല്ലാവർക്കും, ഈ പഠിക്കുന്ന എല്ലാവർക്കും തന്നെ എന്ത് ചെയ്യുക, ജോലിയിലേക്ക് എത്താനായിട്ട്, പെട്ടെന്ന് പോസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ട്, നല്ലൊരു റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോ ഞാൻ പറഞ്ഞ പോലെ ടെൻഷൻ ഇല്ലാതെ നിങ്ങൾ പഠിക്കുക. ഇതിനു മുമ്പ് ഒരുപാട് PSC പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊരു ടെൻഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവും. ഒരുപാട് തവണ എഴുതിയ ആളുകളുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുക, എന്താണ്, ഇത്രയും കാലം ഈ നിമിഷം വരെ നമ്മൾ എഴുതിയിട്ടുള്ള ഓരോ എക്സാമുകളും നമ്മുടെ മുമ്പിലുള്ള എന്താണ്, നമ്മുടെ എക്സ്പീരിയൻസുകളാണ് അല്ലെ. നമുക്ക് നേടിയിട്ടുള്ള ഓരോരോ പാഠങ്ങളാണ് നമ്മൾ എഴുതിയിട്ടുള്ള ഓരോ പരീക്ഷയും. നമ്മൾ എഴുതിയ ഓരോ പരീക്ഷയിൽ നിന്നും ഒരു കാര്യമെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ തെറ്റിച്ചിട്ടുണ്ട്, അതിന്റെ കാരണം ഞാൻ ഇങ്ങനെ ഉത്തരം എഴുതിയോണ്ടാണ്, അല്ലെങ്കിൽ ആ പരീക്ഷാ ഹാളിൽ നിന്ന് ഞാൻ ഇമാതിരി ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ തെറ്റിച്ചു വെച്ചത് എന്നുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ള ഒരു മൂലധനം എന്ന് പറയുന്നത്. ഇനി പുതിയതായിട്ട് PSCയെ കാണാൻ പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ഫ്രഷ് മൈൻഡ് ആണുള്ളത് അല്ലെ. എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ പുതിയതായിട്ട് കാണുകയാണ്. ഇപ്പോ മുൻപേ പഠിച്ചു തുടങ്ങിയ പല ആളുകളും പഴയ PSC എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റ് കണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് കണ്ട് അതിനെ എങ്ങനെ നമ്മൾ സമീപിക്കണം എന്നുള്ളൊരു വലിയൊരു കൺഫ്യൂഷനിൽ നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ അതിനെ നേരിടും എങ്കിൽ പോലും. പക്ഷെ പുതിയതായിട്ട് PSCയെ കാണുന്നവര് എങ്ങനെയാണ്, നിങ്ങളുടെ മുമ്പിൽ നേരത്തെ പഠിച്ചു പോയ ഫോർമാറ്റ് ഒന്നുമില്ല. ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, നിങ്ങളുടെ മുമ്പിലെ ഫ്രഷ് സബ്ജക്റ്റ് ആണ് അല്ലെ. അപ്പൊ 2 തരത്തിലാണ് നിങ്ങളെങ്കിലും, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ എക്സാം. നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് പോലെ ഇരിക്കും നമ്മുടെ മുമ്പിലുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, തോറ്റു പോകുക അല്ലെങ്കിൽ നമ്മളില്ലേ എന്ന് മമ്മൂക്ക പറയണ പോലെ പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കൂലേ. അവിടെ നിന്ന് നമ്മൾ എഴുന്നേറ്റ് നടക്കുക, അല്ലെങ്കിൽ എന്താണോ നമ്മുടെ തോൽവിയിൽ നിന്ന് നമ്മൾ പഠിച്ചത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുന്നിലേക്ക് പോകുക എന്നുള്ളവനാണ് വിജയമുള്ളത് അല്ലെ. നോക്കാനായിട്ട് നമ്മൾ ആദ്യം റെഡിയാവണം, അപ്പോഴേ നമ്മുടെ മുമ്പിൽ വിജയിക്കാനുള്ള വഴി തെളിഞ്ഞു കിട്ടുള്ളൂ. അപ്പോ ടെൻഷനിലിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, എന്തായാലും നിങ്ങൾക്ക് എഴുതി കിട്ടാവുന്ന പരീക്ഷയേ ഉള്ളൂ ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ, നന്നായിട്ട് പഠിക്കാം. ഓക്കെ. ഓക്കെ, താങ്ക് യു ടീച്ചർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടീച്ചർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ടീച്ചറിന് ബ്രൈറ്റ് അക്കാദമിയുടെ നന്ദി അറിയിക്കുന്നു. നമ്മൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് ജംഷാദ് സാറിലേക്കാണ്. സാറ് വോയിസ് ഓക്കെ ആണോ സാർ? ഓക്കെ, കേൾക്കാം. ഓക്കെ. അപ്പോ ജംഷാദ് സാറിനെ കുറിച്ച് ആമുഖത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല, നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. സാറ് കുറച്ചുകൂടി നേരത്തെ സാറിന് സമയം ആവശ്യമായിരുന്നു, പക്ഷെ കുറെ നമുക്ക് നല്ല ലേഖായിട്ടുണ്ട്. അപ്പം സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. ടീച്ചറെ ഒന്ന് സ്ക്രീൻ ആക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൗണ്ട് ഓക്കെ അല്ലേ അജു സാറേ? ഓക്കെയാണ് ടീച്ചറെ, ഓക്കെയാണ് സാർ, ഓക്കെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ ഒരു സെഷന്റെ അവസാനത്തിലെത്തിയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളെല്ലാവരും PSC അപ്ലൈ ചെയ്യാൻ പോകുന്നവരാണ്. അപ്പോൾ എല്ലാവർക്കുമുള്ള സംശയങ്ങളാണ് ഈ സെഷനിലൂടെയൊക്കെ നമ്മളൊക്കെ പരിഹരിച്ചത്. എല്ലാവരും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വലിച്ചു വാരി പഠിക്കുന്ന ആളുകളാണ് പല ആളുകളും. അതിലുപരിയായിക്കൊണ്ട് പല ആളുകളും പറഞ്ഞു കൊടുക്കാത്ത ഒരു കാര്യമാണ് കൃത്യമായി എങ്ങനെ പഠിക്കണം എന്നുള്ളത്. എല്ലാവരും പഠിക്കാൻ വേണ്ടി നോക്കും, പക്ഷേ എങ്ങനെ പഠിക്കണം, ഹൗ ടു ലേൺ എന്നുള്ള സംഗതി, ഞാൻ എങ്ങനെ പഠിച്ചു എന്ന് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്തത്. കൃത്യമായി ഈ മെത്തഡോളജി എന്താണ്, എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്തത്.
ഞാൻ പറയാൻ പോകുന്നത് ഒരു 5 മിനിറ്റ് കൊണ്ട് ചെറിയ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ ഇതിൽ ഏത് ജില്ല തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. ആദ്യം തന്നെ പറയാനുള്ളത്, പിന്നെ ഒരു ജില്ല തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മളുടെ സ്വന്തമായിട്ടുള്ള, നമ്മൾ ഓരോരുത്തരുടെയും ഒരു തീരുമാനവും പിന്നെ നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതില് പിന്നെ ഇന്ന ജില്ലയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നൊരു കാര്യം ഞാൻ പറയില്ല. നേരെ മറിച്ച് ഓരോ ജില്ലയുടെയും സ്കോപ്പ് മാത്രമാണ് പറയുന്നത്. പൊതുവെ നമ്മളൊക്കെ ഒരു ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം നോക്കുന്നത് ആ ജില്ലയിൽ എത്രത്തോളം മത്സരമുണ്ട്, ആ ജില്ലയിൽ പെട്ടെന്ന് ജോലി കിട്ടുമോ, എളുപ്പം ചെറിയ കട്ട് ഓഫോട് കൂടെ കയറാൻ പറ്റുമോ എന്നതൊക്കെയാണ് ഏറ്റവും ആദ്യം നോക്കുക. പിന്നെ നോക്കുന്നത് അവിടെ പോസ്റ്റ് കൂടുതലാണോ, പെട്ടെന്ന് PSC ഓഫീസും DD ഓഫീസൊക്കെ നല്ല ആക്റ്റീവ് ആണോ, പോസ്റ്റ് കൂടുതലുണ്ടോ, കൂടുതൽ ആളുകൾക്ക് ആ ജില്ലയിൽ കയറാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഏറ്റവും അവസാനമാണ് ആ ജില്ല നമ്മളുടെ അടുത്താണോ, പിന്നെ നമ്മളുടെ വീട്ടിൽ നിന്ന് അടുത്താണോ എന്നുള്ള സംഗതിയൊക്കെ നമ്മൾ നോക്കാറുള്ളത്. ഏതായിരുന്നാലും ഞാൻ ഇന്ന് ജോലി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ അവിടെയാണ് ഇപ്പോൾ പിന്നെ താമസിക്കുന്നത്. ഈ ക്ലാസ് എടുക്കുന്നത് വയനാട് ജില്ലയിൽ നിന്നാണ്. റിപ്പൺ സ്കൂളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പിന്നെ ഞാൻ ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം, അന്ന് 4 നോട്ടിഫിക്കേഷനാണ്, 4 ജില്ലകളാണ് വിളിച്ചത്. അതില് ബാക്കി 3 ജില്ലകളിൽ എവിടെ കൊടുത്താലും എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഒരു നിലയിൽ ഞാൻ എത്തുകയില്ല. കാരണം എൻ്റെ ആദ്യത്തെ PSC ആണ്. ഞാൻ പിന്നെ 24 വയസ്സായ സമയത്താണ്, 23 വയസ്സായ സമയത്താണ് അത് എഴുതുന്നതും. 24 25 വയസ്സാകുമ്പോഴാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത്രത്തോളം പ്രിപ്പയർ ചെയ്യാനൊന്നും ആ സമയത്ത് സമയം കിട്ടിയിട്ടില്ലായിരുന്നു. എന്നിരുന്നാലും മലപ്പുറം ജില്ല കൊടുത്താലോ കണ്ണൂർ ജില്ല കൊടുത്താലോ അതിന്റെ കൂടെ വന്ന കൊല്ലം കൊടുത്താലോ, ഇത് 3 കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. വയനാട് ജില്ല ബൈ ചാൻസിൽ വേറൊരാളാണ് എൻ്റെ PSC പ്രൊഫൈലിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുന്നത്, എൻ്റെ ഫ്രണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി അദ്ദേഹം ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടെ കട്ട് ഓഫ് 32 സംതിങ് ആണ് ഇവിടെ കട്ട് ഓഫ് വന്നത്. അതേ പരീക്ഷയിൽ കണ്ണൂർ ജില്ലയിൽ 60 കട്ട് ഓഫ് വന്നത്. വലിയ ഇരട്ടിയുടെ മാറ്റമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ടേമില് വയനാട് ജില്ലയിൽ 4 അഡ്വൈസ് പോവുകയും 16 ആളുകൾ ജോലിയിൽ കയറുകയും 30 ആളുകൾക്ക് 30 അഡ്വൈസുകൾ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കേവലം 170ഓളം പിന്നെ ആളുകൾ മാത്രം, 170 ആളുകൾ മാത്രമാണ് വയനാട് ജില്ലയിൽ പരീക്ഷ എഴുതിയത്. അപ്പൊ ആ രൂപത്തിലുള്ള ഒരു ആലോചന നിങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ടാവണം. അതാണ് എനിക്ക് പറഞ്ഞത്. ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ അത്രത്തോളം ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ എനിക്കത് അറിയില്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ സുഹൃത്ത് പിന്നെ ആണ് എനിക്ക് പറഞ്ഞു തന്നത്, വയനാട് അപ്ലൈ ചെയ്താൽ മതി എന്ന് നിർബന്ധിപ്പിച്ച് അദ്ദേഹം കയറി അപ്ലൈ ചെയ്തതാണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കണ്ണൂർ ജില്ലയുടെ കാര്യം പറയുമ്പോൾ കണ്ണൂർ ജില്ലയിൽ തീരെ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടില്ല. അവിടെ പിന്നെ 14 അഡ്വൈസ് പോയതിൽ 8 ആളുകൾ മാത്രമാണ്, വെറും 8 ആളുകൾ മാത്രമാണ് ജോലിയിൽ കയറിയിട്ടുള്ളത്. മാത്രമല്ല 692 ആളുകൾ അവിടെ ആപ്ലിക്കൻസ് വരികയും ചെയ്തിട്ടുണ്ട്. ആ സ്ഥാനത്ത് വയനാട് വെച്ച് നോക്കുമ്പോൾ വലിയ മാറ്റമാണ്. 170 പേര് എഴുതിയതിൽ 16 പേര് കയറി. പകുതി കാലമേ ആയിട്ടുള്ളൂ. എന്തായാലും ആ ലിസ്റ്റ് ഒരു 25-26 വരെയൊക്കെ ആളുകൾ എന്തായാലും സുഖമായിട്ട് കയറേണ്ടതാണ്. പിന്നീട് നമ്മളുടെ മുമ്പിൽ മലപ്പുറം ജില്ലയുണ്ട്. മലപ്പുറം ജില്ലയുടെ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം. ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്നത് മലപ്പുറം ജില്ലയിലാണ്. നമ്മൾ പഠിച്ച് നല്ല ഉറപ്പുണ്ട്, നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് മലപ്പുറം ജില്ലയിൽ കൊടുത്താൽ ഏറ്റവും ആദ്യത്തെ റാങ്കിൽ വന്നാൽ പെട്ടെന്ന് ജോലിയിലൊക്കെ കയറാൻ പറ്റും. കഴിഞ്ഞ ടേമിൽ 160ഓളം അഡ്വൈസുകൾ മലപ്പുറത്ത് പോയി. അതിൽ 80 ജനറൽ ആളുകൾക്ക്, 80 എണ്ണം ജനറൽ ആളുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വയനാട്ടിൽ 170 പേരെ എഴുതിയിട്ടുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ, പരീക്ഷ എഴുതിയിട്ടുള്ളൂ. അതേ സ്ഥാനത്ത് മലപ്പുറം ജില്ലയിൽ 2400ഓളം ആളുകൾ പരീക്ഷ എഴുതി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്രാവശ്യവും നടക്കാൻ പോകുന്നത് തന്നെയായിരിക്കും. കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെയായിരിക്കും. പിന്നീട് ഞാൻ പാലക്കാട് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ 12 ആളുകൾക്ക് മാത്രമേ പിന്നെ ജോലിയിൽ കയറാൻ അവസരം ഉണ്ടായിട്ടുള്ളൂ.
പിന്നെ അവിടെ അത്യാവശ്യം ആളുകൾ അപ്ലൈ ചെയ്യുകയും ചെയ്തു. പിന്നീട് ഒന്നാണ് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുമ്പോൾ തെക്കൻ ഭാഗത്താണെന്നൊക്കെ പറഞ്ഞ് പലരും തള്ളിക്കളയുമെങ്കിലും കൊല്ലം ജില്ലയിൽ 56 ആളുകൾക്ക് അഡ്വൈസ് കിട്ടി. അതിൽ 31 പേര് ജനറലാണ്. അപ്പോ താരതമ്യേന ഇപ്പൊ പറഞ്ഞ 5 ജില്ലകളിൽ മലപ്പുറം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോസ്റ്റിംഗ് നടന്നത് കൊല്ലം ജില്ലയാണ്. മലപ്പുറം ജില്ല കഴിഞ്ഞാൽ കൂടുതൽ അഡ്വൈസുകൾ വന്നത് കൊല്ലം ജില്ലയാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കുകൾ എന്നുള്ളത് ചെറിയ ഒരു നമുക്ക് അപ്ലൈ ചെയ്യാൻ പൂർണ്ണമായിട്ടും അതിനെ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കിനെ നമ്മൾ അവലംബിക്കരുത്. കാരണം നിങ്ങൾക്കറിയാലോ ഇപ്രാവശ്യം ഓൾറെഡി ഈ ജില്ലകളിലൊക്കെ ലിസ്റ്റ് നിലവിലുണ്ട്. വയനാട് ജില്ലയിൽ 2026 സെപ്റ്റംബർ 5-നാണ് ലിസ്റ്റ് കാലാവധി കഴിയുള്ളൂ. അപ്പോഴേക്കിനും ഈ നോട്ടിഫിക്കേഷൻ വന്ന ലിസ്റ്റ് വരികയും ചെയ്യും. എന്തായാലും 2026 സെപ്റ്റംബർ 6-ന് ഈ പുതിയ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. അപ്പൊ എന്താ സംഭവിക്കുക? അവിടെ ഒഴിവുകൾ, പരമാവധി ഒഴിവുകൾ ആ ലിസ്റ്റുകാർ എടുത്തിട്ടുണ്ടാവും. പുതിയ ലിസ്റ്റിൽ നിന്ന് വളരെ കുറച്ച് ഒഴിവേ ഉണ്ടാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് ജില്ലയിലാണോ 2027 വർഷം റിട്ടയർമെന്റ് വരുന്നത്, ഏത് ജില്ലയിലാണോ 2026 ഒക്ടോബർ നവംബർ സമയത്ത് കൂടുതൽ ട്രാൻസ്ഫറുകൾ വരാൻ സാധ്യതയുള്ളത്, ഈ രൂപത്തിൽ പരിശോധിക്കണം. ഇപ്പം വയനാട് ജില്ലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇക്കഴിഞ്ഞ വർഷം ഇവിടെ 5 ട്രാൻസ്ഫർ ആണ് വന്നത്. 5 ട്രാൻസ്ഫർ വേറെ ജില്ലകളിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 2 ആളുകൾക്ക് പെട്ടെന്ന് അഡ്വൈസ് പോവുകയും ചെയ്തു. വയനാട്, കാസർഗോഡ് പോലത്തെ ജില്ലകളിലൊക്കെ ആളുകൾ ജോലി ചെയ്ത് പെട്ടെന്ന് താഴോട്ട് ഇറങ്ങാൻ സാധ്യതയുള്ള ജില്ലകളാണ്. കാരണം ഇവിടെ കൂടുതലും മറ്റ് ജില്ലക്കാരാണ് ജോലിയിൽ കയറുന്നത്. അവർ പെട്ടെന്ന് ട്രാൻസ്ഫർ എടുത്ത് പോവുകയും ചെയ്തു. അപ്പൊ റിട്ടയർമെന്റുകളും ട്രാൻസ്ഫറുകളിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് ഇനി ഒഴിവുകൾ ഉണ്ടാവുള്ളൂ. ഓൾറെഡി അവിടെ കെട്ടിക്കിടക്കുന്ന ഒഴിവുകൾ ഉണ്ടാവില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഓൾറെഡി ഒഴിവുകൾ ഇങ്ങനെ ഉണ്ടായി കിടക്കും. ഇപ്പൊ ഞാനിവിടെ വയനാട് അപ്ലൈ ചെയ്യാൻ വരുന്ന സമയത്ത് ഇവിടെ 30 ഒഴിവ് ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയുള്ള നോട്ടിഫിക്കേഷനുകളിൽ ആ ഒരു ഭാഗ്യമില്ല. അപ്പൊ ഇതൊക്കെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഒരു ജില്ല തിരഞ്ഞെടുക്കാൻ. എനിക്ക് ഇന്ന ജില്ല നിങ്ങൾ തിരഞ്ഞെടുത്തോ എന്ന് ഞാൻ പറയില്ല. നേരെ മറിച്ച് നിങ്ങൾ ആലോചിക്കുക. ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു. ഞാൻ വീണ്ടും പറയാം, ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. ഞാൻ മലപ്പുറത്തല്ല എഴുതിയത്, ഞാൻ വയനാടാണ് പരീക്ഷ എഴുതിയത്. എന്ന് വെച്ച് എനിക്കൊരു നഷ്ടവുമില്ല. ഞാൻ എല്ലാ ആഴ്ചയും എനിക്ക് ഇവിടുന്ന് 60 കിലോമീറ്റർ യാത്ര ചെയ്താൽ എൻ്റെ വീട്ടിലേക്ക് എത്താൻ കഴിയും. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ വൈകിട്ട് രാത്രി 8:10 ഞാൻ എൻ്റെ സ്ഥലത്തെത്തി. 2 മണിക്കൂർ യാത്ര ചെയ്താൽ മതി. പിന്നെ ഈ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീട്ടിൽ കുറച്ച് തിരക്കുള്ളത് കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോയി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊന്നും ഒരു തടസ്സവും വേറെ ജില്ലയിൽ വന്നതുകൊണ്ട് ഇല്ല. നേരെ മറിച്ച് ജോലി സെക്യൂർഡായിട്ട് കിട്ടിയെന്നത് വലിയ ഒരു ഹൈറായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ജില്ല കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ കൂടുതൽ സംശയങ്ങൾ ജില്ല ഏത് കൊടുക്കണം എന്ന കാര്യത്തിലുണ്ടെങ്കിൽ ഇവിടെ വൈകിയത് കൊണ്ടാണ് ഞാൻ ചുരുക്കുന്നത്. അജു സാറുമായിട്ടോ എൻ്റെ നമ്പറിലോ അഡ്മിൻസിന്റെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് സംസാരിക്കാം. ഇൻഷാ അല്ലാഹ്. ഞാൻ നിർത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ്. ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ നല്ലതുപോലെ നിങ്ങൾ ആലോചിച്ച് ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുക. ഏത് ജില്ലയാണെങ്കിലും ആദ്യത്തെ 10-ൽ തന്നെ വരാനുള്ള പഠനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമുക്കിനി സംസാരിക്കേണ്ടിയിരുന്നത് മഹബൂബ് സാറാണ്. പക്ഷേ സാറ് ജോയിൻ ചെയ്തിട്ടില്ല. സാറിന് ചില തിരക്കുകളുടെ കാരണത്താലും മാത്രമല്ല ഇത്രയേറെ വൈകിയതിനാലും സാറ് വൈൻഡപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് പ്രധാനമായി ഉദ്ദേശിച്ചത്, നിങ്ങൾക്കിടയിൽ കുറെ ആൾക്കാർ കുറെ ദിവസങ്ങളെ കൊണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് സാറേ ഏത് ജില്ല തിരഞ്ഞെടുക്കണം എന്നുള്ളത്. അപ്പോൾ പലരും പറഞ്ഞിരുന്നു ഒരു കൃത്യമായിട്ടൊരു അഡ്വൈസ് തന്നിരുന്നുവെങ്കിൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വാക്കനുസരിച്ച് കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ
മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തെങ്കിലും അറിയിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കേണ്ടതാണ്. പിന്നെ കേശവലി പറയാനുള്ളത്, ഇനിയുള്ള മത്സര പരീക്ഷകൾ എന്ന് പറയുന്നത് വെറുതെ ഒരു പ്രഹസനത്തിന് വേണ്ടി, ഇതുവരെയുള്ള പരീക്ഷകൾ എഴുതിയതുപോലെ ഒരു പ്രഹസനത്തിന് വേണ്ടി എഴുതരുത്. വയസ്സുകൾ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓർമ്മശക്തി കുറവ് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം സുരക്ഷിതമായ ഒരിടത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റി നടേണ്ടതുണ്ട്. അതിനുവേണ്ടി നിരന്തരം പ്രയത്നിക്കേണ്ടതുണ്ട്. നമ്മുടെ പല കാര്യങ്ങളും ത്യജിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോ നിമിഷവും അതിനു വേണ്ടി ചിലവഴിക്കേണ്ടതുണ്ട്. നമ്മളെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു നഷ്ടബോധം ഫീൽ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറുപ്പകാലം, നമ്മുടെ ഈ ഒരു കാലം എന്ത് ചെയ്യുക, മാക്സിമം അതിനു വേണ്ടി ഒഴിച്ചു വെക്കുക. ഇനി ഒരു 6-7 മാസക്കാലം മാത്രമാണ് PSCയുടെ മുമ്പിലുള്ളത്. എല്ലാ എൻഗേജ്മെന്റുകളും ഒഴിവാക്കുക. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ BEd കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ നേരെ സ്കൂളിൽ കയറി. എൻ്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ ജോലിക്കൊന്നും കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു. ആ സമയത്താണ് ഹൈസ്കൂളിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഞാൻ ചോദിച്ചു പഠിക്കുന്നുണ്ടോ എന്ന് വെച്ചപ്പം എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് പഠിക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞു ആകെ തിരക്കിലാണ്, LP സ്കൂളിലാണ്, വെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്, എന്നാലും ഞാൻ നോക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ മൂപ്പര് പറഞ്ഞു ആയിക്കോട്ടെടാ ഞാൻ ലീവിലാണെന്ന് പറഞ്ഞു. ആ 2 മാസം ഇരുന്നു മൂപ്പര് നന്നായി പഠിച്ചു. ലിസ്റ്റ് വന്നു, ആള് ഫസ്റ്റ് റാങ്ക് ആണ്. കഴിഞ്ഞ മാസം 1-ാം തീയതി ആള് സർവീസിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു. ഫസ്റ്റ് റാങ്കാരനാണ്, 1-ാം ക്ലാസ്. അവൻ വെറും 2 മാസം കൊണ്ട് മാത്രം പഠിച്ചിട്ടാണ് സാർ എന്ത് ചെയ്തിട്ടുള്ളത്, ഹൈസ്കൂളിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റ് റാങ്ക് അടിക്കുകയും ചെയ്തത്. അപ്പോ ആളിപ്പോ MEd കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്, സർവീസിലേക്ക് ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്. അപ്പൊ നമ്മൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവുക, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക. ഇപ്പോ മുമ്പ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സാറിനോട് ഇങ്ങനെ കൺസേൺ ചെയ്യാറുണ്ട്, സാറേ ഇവിടെ വിളിച്ചിട്ടുണ്ട്, ഇത്ര ഒഴിവുകളാണ് ഉള്ളത്, അപ്ലൈ ചെയ്താൽ കിട്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് സാർ എന്നോട് തിരിച്ചു ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുണ്ട്, എടാ നിനക്ക് എത്ര സീറ്റ് കിട്ടിയാലാണ് നിനക്ക് ജോലിക്ക് കിട്ടാൻ പറ്റുന്ന ചോദിച്ചത്. അതായത് നീ എന്ന വ്യക്തിക്ക് എത്ര സീറ്റിന്റെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ 1 സീറ്റ് മതി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നീ ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നിനക്ക് ഒരു സീറ്റ് അവിടെ ഉണ്ടെന്ന ആത്മവിശ്വാസത്തോടു കൂടി തങ്ങളുടെ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്, മറ്റുള്ളവരുടെ എന്താണ് നിങ്ങളെ കൂടെ മത്സരിക്കുന്നവരുടെ സ്ട്രെങ്തും വീക്കും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, പോരാടുക. അവരെക്കാൾ എന്ത് ചെയ്യുക, ഒരുപിടി മുന്നിട്ട് നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ബ്രൈറ്റ് അക്കാദമിയിൽ അതിനുവേണ്ടി കോഴ്സുകൾ വളരെ ഗംഭീരമായി കൊണ്ട് നമ്മൾ 1 മാസം പൂർത്തിയാക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന 1-ാം തീയതി മുതൽ ഋതു ടീച്ചറിന്റെ നേതൃത്വത്തിൽ നമ്മൾ ജനറൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ എല്ലാവരെയും സെഷനിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ പരീക്ഷ സംബന്ധമായിട്ടുള്ള എന്ത് ഡൗട്ടുകൾക്കും അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലും തുടർന്ന് നമ്മൾ ഒരുപാട് സെഷനുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വരും സെഷനുകൾ GK-യുടെയും ഓരോ സബ്ജക്റ്റിന്റെയും തന്നെ വെബിനാറുകൾ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഗ്രൂപ്പിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഇത്രയേറെ നമ്മൾ ഏകദേശം 8 മണിക്കാണ് ലിങ്ക് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. 8:49 കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 110 മിനിറ്റോളം നിങ്ങൾ ഈ ഒരു ലിങ്കിൽ നമുക്ക് വേണ്ടി ചെലവഴിച്ചു. അല്ലാഹു തആല അതിനർഹമായ പ്രതിഫലം നമുക്ക് നൽകട്ടെ. ഇതിന്റെ കാരണങ്ങൾ കൊണ്ടെങ്കിലും നമ്മുടെ PSC ലിസ്റ്റിൽ നമുക്ക് കയറാൻ പറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഈ ഒരു സെഷനിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം സഹകരിച്ച എല്ലാവർക്കും നന്ദിയും കടപ്പാടും, അതേപോലെ തന്നെ ഇവിടെയുള്ള നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തിട്ടുള്ള ഓരോ ഫാക്കൽറ്റികൾ ഞാൻ ഈ വൈകിയ വേളയിൽ പറയാതിരിക്കാൻ വയ്യെങ്കിൽ അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഋതു ടീച്ചർ, ജംഷ സാറ്, അതേപോലെ തന്നെ റസ്ല ടീച്ചർ, ഹൈറ സാറ്. റസ്ല ടീച്ചറൊക്കെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ടീച്ചർ ഓർത്തില്ല. 5 മിനിറ്റ് മുമ്പാണ് ഇന്ന് ക്ലാസ് ഉണ്ടല്ലേ എന്ന് ആലോചിച്ചിട്ട് ടീച്ചർ കയറി സംസാരിച്ചത്. അപ്പൊ അത്രയേറെ എന്തുണ്ട്, നമുക്ക് വേണ്ടി കടപ്പാടുണ്ട്. അതുപോലെ ഹൈർ സാറൊക്കെ എന്നെ ഇന്നലെ വിളിച്ചിരുന്നു, സാറേ ഞാൻ എന്താണ് പറയേണ്ടത്, നമ്മളുടെ ഇത് എന്താണ് ശനിയാഴ്ച അല്ലേ സാറ് കൃത്യമായിട്ട് 8 മണി, എന്നെ 7:30 വിളിച്ചു, സാറേ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ഓക്കെ അല്ലേ സാറേ, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമുക്ക് വേണ്ടി എന്തുണ്ട്,
അതുപോലെ ഋതു ടീച്ചറൊക്കെ ഇന്നലെ രാവിലെ എനിക്ക് ഓർമ്മയുണ്ട്, രാവിലെ 1 മണിക്കൊക്കെയാണ് ഇത് PPT ഒക്കെ റെഡിയാക്കിയിട്ട് ടീച്ചർ എനിക്ക് മെസ്സേജ് അയക്കുന്നു, സാറേ ഇത് ഓക്കെ ആണോന്ന് നോക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത്രയേറെ നമുക്ക് വേണ്ടി എന്തുണ്ട്, രാവും പകലും കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ അധ്യാപകർ. അല്ലാഹു തആല അവർക്കൊക്കെ എന്തായിട്ട് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അല്ലാഹു തആല അർഹമായ വിജയം നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അഡ്മിൻ ലിസ്റ്റിലുള്ള ആരെ കോൺടാക്ട് ചെയ്താലും മതിയാവും. ഇൻഷാ അല്ലാഹ് അതനുസരിച്ച് കൊണ്ട് നമ്മള് അതിനനുസരിച്ച് മറുപടി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്നാ ശരി, അസ്സലാമു അലൈക്കും.